നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ വന്ദനം പറയുന്നു. ഇന്ന് നമ്മൾ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 16-ാം അധ്യായം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷം വളരെ വേഗം തീരുന്ന ഒരു സുവിശേഷമല്ല. നമ്മൾ തന്നെ ഓരോരുത്തരും പറയുന്നവരും കേൾക്കുന്നവരും എല്ലാം വളരെയധികം ഇനിയും ഇതിനെക്കുറിച്ച് പഠിക്കാൻ വീണ്ടും ഒന്നും കൂടെ നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങിയാലും there will be so many things that the Holy Spirit would teach us fresh. So this will go on and on. അപ്പോൾ 16-ാം അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള ഒരു അധ്യായമാണ്. ബേസിക്കലി പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തികളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ഈ അധ്യായത്തിൽ ശ്രദ്ധിക്കുന്നത്. വളരെ ശക്തമായ പീഡനങ്ങൾ ഉണ്ടാകും. നമ്മൾ 15-ാം അധ്യായത്തിൽ കണ്ടത് വരാൻ പോകുന്ന ലോകത്തിന്റെ എതിർപ്പിനെ കുറിച്ച്. ലോകം ഒരു വളരെ ഭീകരമായ അവസ്ഥയിൽ നമുക്കെതിരെ വരാൻ പോകുന്നു എന്നുള്ളത്. ദ ഹോൾ വേൾഡ്, ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്, ദ ഹോൾ സിസ്റ്റം നമുക്കെതിരെ വരുന്നു എന്നുള്ളത്. അത് ഞാൻ ഇന്നലെ പറഞ്ഞ് നിർത്തിയതുപോലെ ഒരു ക്ലൈമാക്സിലേക്ക് അത് വരും. ദ ഹോൾ തിങ് വിൽ റഷ് ടു എ ക്ലൈമാക്സ്. അത് മത്തായിയുടെ 10-ൽ പറയുന്ന പോലെ നിങ്ങൾക്കൊരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും തന്നാൽ അവൻ സ്വർഗത്തിൽ നിന്ന് പ്രതിഫലം പ്രാപിക്കുന്നവനായിരിക്കും. അല്ലാത്തവർ നമുക്ക് വെള്ളം പോലും തരാത്ത ഒരു കാലഘട്ടം വരും. There will be persecution all around, and the anger, the enmity of the world will be manifested to a very bitter climax. അപ്പൊ അതിനെക്കുറിച്ചൊരു വാണിങ്, അന്ത്യകാലത്ത് വരാൻ പോകുന്ന വലിയ ദുർഘടങ്ങളെ കുറിച്ചുള്ള ഒരു വാണിങ് ആണ് ശരിക്കും ഈ 15-ാം അധ്യായത്തിൽ നിന്ന് 16-ാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പം ക്രിസ്തുവിന്റെ സാക്ഷി ആയിരിക്കുന്നവർ ശരിക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് എന്നുള്ളൊരു പ്രതീക്ഷ ഈ ലോകത്ത് വേണ്ട എന്ന് തന്നെയാണ് കർത്താവ് പറയുന്നത്. ഞാൻ പലപ്പോഴും ഒരു പ്രസംഗകനായിട്ടാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. നിങ്ങൾ വിചാരിക്കുന്നത് ഒരു പക്ഷേ ഇദ്ദേഹം വലിയ സ്ട്രഗിൾസിലൂടെ ഒന്നും പോകാത്ത ഒരാളായിരിക്കും. നമുക്ക് എപ്പോഴും എല്ലാ വിശ്വാസികളും ബേസിക്കലി ദേ സ്ട്രഗിൾ വിത്ത് സിൻ, ദേ സ്ട്രഗിൾ വിത്ത് അൺബിലീഫ്, ദേ സ്ട്രഗിൾ വിത്ത് സോ മെനി ഓഫ് വീക്ക്നെസ്സസ്, സോ മെനി ഓഫ് ടെംപ്ടേഷൻസ് ഓഫ് ദ വേൾഡ്. ഇതെല്ലാം എല്ലാ വിശ്വാസികൾക്കും പല മെഷറിൽ അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർ അനുഭവിക്കുന്നു. ദറ്റ് എനിമിറ്റി, ലോകത്തിന്റെ ശത്രുത്വം പലതരത്തിൽ ആക്രമിക്കുകയും നമ്മളതിനെ നേരിടുകയും കർത്താവിന്റെ കൃപയാൽ ജയിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. സംടൈംസ് വി ഫോൾ ഡൗൺ, സംടൈംസ് വി വേക്ക് അപ്പ്. നമുക്ക് എല്ലാവർക്കും കർത്താവ് എന്നൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന ഒരു യാത്രയുണ്ട്. ആ യെരുശലേം നഗരം സ്വർഗത്തിൽ നിറങ്ങി വരുന്ന ഒരു ക്ലൈമാക്സ് ഇതിന് വരും. അതുപോലെ തന്നെ വേറൊരു നഗരമായ ബാബിലോൺ അതിന്റെ അന്ത്യത്തിലേക്ക് പോകുന്നു നമ്മൾ ഈ സമയത്ത് കാണും. വൺ സിറ്റി ടു ആക്ച്വലി ബൈബിൾ ഈസ് എ ടെയിൽ ഓഫ് 2 cities. ബൈബിൾ ഈസ് എ ടെയിൽ ഓഫ് 2 cities. ടെയിൽ ഓഫ് 2 cities എന്ന് പറയുന്നത് പഴയൊരു നോവലാണ്, ചാൾസ് ഡിക്കൻസിന്റെ. ഇവിടെ നമുക്ക് വേണ്ട 2 നഗരങ്ങളുടെ കഥ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം യെരുശലേമും ബാബിലോണും, യെരുശലേമിനും ബാബിലോണിനും തമ്മിൽ വലിയ യുദ്ധമുണ്ട്. അവ 2 സിസ്റ്റമാണ്, 2 വ്യവസ്ഥകളാണ്. ബാബിലോൺ വിശാലമാണ്, അനേകം ആളുകളാണ് അതിലെ പ്രവേശിക്കുന്നത്. അത് ലോകത്താൽ നിയന്ത്രിതമാണ്, ലോകത്തിന്റെ തത്വങ്ങളാണ് ആ ബാബിലോണിനെ നിയന്ത്രിക്കുന്നത്. എന്നാൽ യെരുശലേം കർത്താവിന്റെ ആത്മാവിനാൽ, ആക്ഷരികമായ യെരുശലേമിനെ കുറിച്ചല്ല നമ്മൾ പറയുന്ന, ആത്മീക യെരുശലേം, സ്പിരിച്വൽ ജെറുസലേം, സ്പിരിച്വൽ ഇസ്രായേൽ, അത് വേറൊരു രാജ്യവും വേറൊരു നഗരവുമാണ്, വേറൊരു സിവിലൈസേഷനാണ്. ബാബിലോൺ റെപ്രസെന്റ്സ് എ സിവിലൈസേഷൻ, ഒരു സംസ്കാരമാണ് ബാബിലോൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ യെരുശലേം എന്ന് പറയുന്ന ഒരു സംസ്കാരമാണ്, അത് ദൈവത്തിൻ്റെതാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ കൗണ്ടർ കൾച്ചർ, ഒരു എതിർ സംസ്കാരം, ലോകത്തിന്റെ സംസ്കാരത്തിന് നേരെ എതിരായ ഒരു സംസ്കാരമാണ്. സ്നേഹത്തിൽ അധിഷ്ഠിതമായ, ഉപഭോഗത്തിൽ അടിസ്ഥാനമായ ഒരു സംസ്കാരമല്ല, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു സംസ്കാരമാണ് ശരിക്കും ഈ ദൈവരാജ്യം അല്ലെങ്കിൽ ജെറുസലേം. അപ്പൊ ഈ എനിമിറ്റി എന്ന് പറയുന്നത് ശരിക്കും വരുന്ന മതത്തിൽ നിന്നാണെന്നുള്ളതാണ്. മതം എപ്പോഴും കർത്താവിനെതിരാണ്. നമ്മൾ ഏത് മതത്തിന്റെ വ്യവസ്ഥകളിലേക്ക് പോയാലും അത് കർത്താവിനെതിരാണ്. കർത്താവ് ആ മതത്തിനപ്പുറത്തുള്ളൊരു സ്പിരിച്വാലിറ്റിയെ കുറിച്ചാണ് പഠിപ്പിച്ചത്. ഇറ്റ്സ് വെരി ഈസി ഫോർ എ മാൻ ടു ബി ട്രാപ്ഡ് ബൈ ദ റിലീജിയൻ ഇൻ ഹി ബിലീവ്സ്. അത് ശരിക്കും മതമില്ലാതെ സർവൈവ് ചെയ്യാൻ ഈ നാട്ടിൽ പറ്റില്ല. പക്ഷെ കർത്താവ് ശരിക്കും ആ മതത്തിൽ നമ്മളെ രക്ഷിക്കുക ചെയ്തത്. മതമാണ് കർത്താവിനെ ആക്രമിച്ചത്, കൊന്നത്.
നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരും. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ഒരു നാഴികയിൽ എതിർ ക്രിസ്തു വരുമ്പോൾ ശരിക്കും മതത്തെ തന്നെയാണ് മിസ്യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കുന്നത്. അപ്പം ദൈവത്തിന്റെ സൈഡും പറഞ്ഞ് ക്രിസ്തുവിന്റെ പേരും പറഞ്ഞാണ് ക്രിസ്തുവിന്റെ എതിരാളികൾ വരുന്നത്. ദേ ക്ലെയിം ടു ബി ഓൺ ദ സൈഡ് ഓഫ് ഗോഡ്. ഇന്ന് നമ്മളെ കൊല്ലുന്നത് ദൈവത്തിന് വഴിപാടെന്ന് വിശ്വസിക്കുന്നുണ്ട് മുസ്ലിങ്ങളിൽ പലരും, തീവ്രവാദികളിൽ പലരും. കാരണം നമ്മളെ കൊല്ലുന്നത് ദൈവത്തിന് ജിഹാദ് എന്നൊക്കെ പറയുന്നത്, അത് ദൈവം അവർക്ക് അവിശ്വാസികളെ കൊല്ലുന്നതനുസരിച്ച് അവർക്ക് റിവാർഡ്. ദാറ്റ്സ് പാർട്ട് ഓഫ് റിലീജിയൻ. ഈ ഒരു വെറുപ്പെന്ന് പറയുന്നത്, ഇസ്ലാം എന്ന് പറയുന്ന ക്രിസ്തുവിനോടുള്ള വെറുപ്പിന്റെ ഒരു 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 എന്താ പറയുന്ന ഒരു എക്സ്പ്രഷനാണ്. ഇന്ന് കാണുന്ന മതങ്ങളെല്ലാം യേശു ക്രിസ്തുവിനോടുള്ള വെറുപ്പാണ് അവരുടെ ആഹാരം, അവരുടെ ഇന്ധനം. ദേ ഹേറ്റ് ക്രൈസ്റ്റ്, ഡോണ്ട് നോ വൈ. അകാരണമായ വെറുപ്പ് ദൈവത്തിന്റെ പുത്രനോട് ലോകത്തിനുണ്ട്. ലോകത്തിന്റെ വ്യവസ്ഥകൾക്ക് ആ വെറുപ്പ് പുത്രനോടുണ്ട്. നമ്മൾ പലപ്പോഴും ചിന്തിച്ചു, നമ്മുടെ ചിന്താഗതികൾക്കും ആ വെറുപ്പുണ്ട് കർത്താവിനോട്. നമ്മുടെ ജഡത്തിൽ നിന്ന് വരുന്ന ചിന്തകളൊന്നും കർത്താവിന് അനുകൂലമല്ല. നമ്മുടെ സെക്യൂരിറ്റിയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്, പിന്നെ നമ്മൾ പണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ പോലും ആ ചിന്തകൾ, ഒരു ജഡത്തിൽ നിന്ന് വരുന്ന ചിന്തകളൊന്നും ദൈവപുത്രന് അനുകൂലമല്ല. ദ വേൾഡ് നമ്മളോട് യുദ്ധം ചെയ്യുന്ന ആ ഒരു ലോകം എന്ന് പറയുന്ന കർത്താവിനെതിരായിട്ടുള്ള ഒരു ലോകമാണ്. ഓക്കെ, അപ്പൊ നമ്മളെ പുറത്താക്കുന്നതും ഉപദ്രവിക്കുന്നതും ദൈവത്തിന് കൊടുക്കുന്ന ഒരു വഴിപാട് പോലെ. അപ്പൊ ഈ അന്ത്യകാലത്ത് നമ്മൾ ഒരുങ്ങേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തള്ളപ്പെടാനും ഉപേക്ഷിക്കപ്പെടാനുമുള്ള ഒരുക്കമാണ്. സത്യം പറഞ്ഞിട്ട് ഛേദം വന്നാലും, സത്യം ചെയ്തിട്ട് നമ്മൾ പറയുന്നത്, പക്ഷെ സത്യം പറഞ്ഞിട്ട് ഛേദം വരുന്നത് നമ്മൾ അതിന് റെഡി ആകേണ്ട ഒരു ഒരുക്കം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിനനുസരിച്ച്, അതിനർത്ഥം സ്നേഹമില്ലാതെ എല്ലാവരോടും മത്സരിക്കണമെന്നല്ല. വി സ്റ്റാൻഡ് ഫോർ ദ ട്രൂത്ത് ആൻഡ് ലീവ് ദ ട്രൂത്ത്. ഓക്കെ, ഞാൻ ഇന്നലത്തെ പോലെ എല്ലാവരെയും നമുക്ക് ഒന്ന് മ്യൂട്ട് ചെയ്ത് സഹായിക്കാം. നല്ല കാര്യമായിരിക്കും. ഒരു സെക്കൻഡ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ആർക്കും ഞാൻ പറയാതെ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓൾറൈറ്റ്. അവർ എന്നെയും എൻ്റെ പിതാവിനെയും എന്നെ അറിയായക കൊണ്ട് ഇങ്ങനെ ചെയ്യും. അതിന്റെ നാഴിക വരുമ്പോൾ ഞാൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന് ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പം ഒരു വലിയ പെർസിക്യൂഷന്റെ നാഴിക വരും. ആ നാഴിക വരുമ്പോൾ ശിഷ്യന്മാർ ഓർത്തിരിക്കണം, ഇത് യാദൃശ്ചിക വന്നതല്ല, ഇത് ദൈവം നമ്മോട് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ഇടറിപ്പോകരുത്. ആ സമയത്ത് കർത്താവ് നമ്മോട് തന്നിരിക്കുന്ന മുന്നറിയിപ്പുകളെ നിങ്ങൾ ഓർക്കണം. വെൻ പെർസിക്യൂഷൻ ഷാൽ കം, സാധാരണ പെർസിക്യൂഷൻ അല്ല, വെൻ ഇന്റൻസ് പെർസിക്യൂഷൻ കംസ്, ഒരാൾക്കും നിൽക്കാൻ പറ്റാതെ പ്രതിസന്ധികൾ വരുമ്പോൾ, പെർസിക്യൂഷൻ വരുമ്പോൾ നിങ്ങൾ ഓർക്കണം, ഇത് സ്വാഭാവികമാണ്, ഇത് വന്നേ പറ്റൂ. കാരണം ലോകത്തിന് നമ്മോട് എനിമിറ്റി ഉണ്ട്, ആ ഒരു സംസ്കാരം നമുക്ക് എതിരാണ്. തീർച്ചയായിട്ടും ഒരു പെർസിക്യൂഷൻ അവിടെ ഉണ്ടാകും. നമ്മൾ ജഡത്തിന്റെ ആയുധങ്ങൾ എടുത്ത് അവിടെ പോരാടാൻ പാടില്ല. കാരണം വി ആർ ലിവിങ് ബൈ എ ഫെയ്ത്ത് ദാറ്റ് ദ ലോർഡ് ഹാസ് ഗിവൺ us. നമുക്ക് അവന്റെ വാക്കുകളിൽ വിശ്വാസമാണ്. നമ്മൾ അതിനാൽ ഇടറിപ്പോവുകയില്ല. നമ്മൾ പെർസിക്യൂഷനെ നേരിടും, നമ്മൾ ജയിക്കും. കാരണം അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തം. അവൻ നമ്മെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. നമ്മൾ നല്ലവരായതുകൊണ്ടല്ല, അവൻ വിശ്വസ്തനായതുകൊണ്ടാണ്. അവൻ നമ്മെ വിളിച്ചപ്പോൾ അവൻ വിശ്വസ്തനായതുകൊണ്ടാണ് നമ്മളെ വിളിച്ചത്. അതുകൊണ്ട് നമ്മൾ നല്ലവരായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടുമെന്നല്ല, അവൻ വിശ്വസ്തനായതുകൊണ്ട് നമ്മൾ രക്ഷപ്പെടും എന്നുള്ളതാണ് വിശ്വാസം. നിങ്ങൾ ഇടറിപ്പോകാതിരിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് മുന്നറിയിപ്പ് തരികയാണ്. ദ വേൾഡ് വിൽ നോട്ട് ബി വിത്ത് യു. നിങ്ങളോടൊപ്പം ലോകം ഉണ്ടാവുകയില്ല. അത് ഒരു കാരണവശാലും പ്രതീക്ഷിക്കരുത്. നിങ്ങൾക്ക് അനുകൂലമായ ഒരു ഭരണകൂടം ഉണ്ടാകുമോ? പ്രാർത്ഥിക്കുന്നുണ്ടോ? ആവശ്യമൊന്നുമില്ല. അവർ സമാധാനം പുലർത്താൻ വേണ്ടി ഈ ലോകത്ത് നമുക്ക് സുവിശേഷം പറയാനുള്ള സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി, നമുക്ക് ജീവിക്കാനും ഭക്തിക്കും വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. എന്നാലും നാളെ ഇത് പോകും. ദൈവത്തിന്റെ ഇഷ്ടമാണത്. ഓക്കെ, അവർ പിതാവിനെ എന്നെ അറിയായകൊണ്ട്. അപ്പൊ നമുക്ക് ദൈവത്തെ അറിയൂന്ന് പറയുന്നവരാണ് ഈ പെർസിക്യൂഷനോട്ട് വരുന്നത്, വഞ്ചിക്കുന്നത്. പക്ഷെ അവർക്ക് ശരിക്കും ദൈവത്തെ അറിയില്ല. ദൈവം എന്താ ചിന്തിക്കുന്ന അറിയില്ല. ഇപ്പൊ ഞാൻ ഓർത്തഡോക്സ് ചർച്ചിൽ നിന്ന് പോരുന്ന സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ പസിൽ ചെയ്തിട്ടുള്ള കാര്യം എൻ്റെ റിലീജിയസ് സ്ട്രക്ചറാണ്. ഈ റിലീജിയസ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇങ്ങനൊരു സാധനം ഉണ്ടാക്കിയെടുത്ത മനുഷ്യൻ എന്നുള്ളത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. കാരണം ഈ കുന്തിരിക്കവും ഈ പുകയും ഈ പാരഫ്രനാലിയ എന്ന് പറയും,
ഇതെല്ലാം എങ്ങനെ മനുഷ്യൻ അഡ്ജസ്റ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തു, ഇങ്ങനെ ഒരു സിസ്റ്റം ഓഫ് റിലീജിയൻ എങ്ങനെ ഉണ്ടാക്കി, അത് മനുഷ്യന് ശരിക്കും നല്ല ബുദ്ധിയും എന്താ പറയുന്നത് തന്ത്രം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം മനുഷ്യന് ഇൻക്യൂറബിളി റിലീജിയസ് എന്ന് പറഞ്ഞ പോലെ ആർക്കും മരുന്ന് കൊടുത്ത് മാറ്റാൻ പറ്റാത്ത ഒരു മനോരോഗമാണ് ഈ മതം. കേട്ടോ, നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മളൊരു മതത്തിനകത്ത് പെടും. അതുകൊണ്ട് വിശ്വാസികൾ ഓരോ മതത്തിൽ പെന്തക്കോസ്റ്റിൽ മതവൽക്കരണം, അത് കാരണം എത്ര മരുന്ന് കൊടുത്താലും ആ മതം മാറില്ല. ഇനി ആ മതത്തിൽ നിന്ന് മാറാൻ വിചാരിച്ച് അവർ പെർസിക്യൂട്ട് ചെയ്യും. ബിക്കോസ് മതം എന്ന് പറയുന്ന ഒരു ഇമാജിൻ റിയാലിറ്റി എന്ന് പറയുന്ന തത്വശാസ്ത്രത്തിൽ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അങ്ങനെ ഒരു സാധനം കൊണ്ട് പ്രയോജനമൊന്നുമില്ല, പക്ഷെ നമ്മൾ സങ്കല്പിച്ചുണ്ടാക്കി വെച്ചിരിക്കുക. ഇപ്പം നാഷണലിസം അല്ലെങ്കിൽ റേസ്, കാസ്റ്റ് ഒക്കെ നമ്മൾ ഇമാജിൻ റിയാലിറ്റിയാണ്. റിയലി മനുഷ്യർ എന്നുള്ളതിനകത്ത് നമ്മൾ ഇമാജിൻ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന ബൗണ്ടറികൾക്കകത്താണ് ഇതെല്ലാം വരുന്നത്, മതങ്ങളുമെല്ലാം. ക്രിസ്തു പറഞ്ഞു ഞാൻ മാത്രമേ ഉള്ളൂ സത്യം, ബാക്കിയുള്ള ഫിലോസഫിയൊക്കെ ഇമാജിൻ റിയാലിറ്റിയുടെ ഭാഗമാണ്. ഓക്കെ, നമ്മൾ അങ്ങോട്ട് കടക്കുന്നില്ല. ഇപ്പൊ ഇവിടെ പറയുന്ന ലോകത്തിന്റെ വ്യവസ്ഥകൾ നമുക്ക് എതിരാണ്. അതുകൊണ്ട് ലോകം തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമാകും, ഇന്നോ നാളെയോ അത് അനുകൂലമാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യം ഇങ്ങനെയാണ്: അതിന്റെ നാഴിക വരുമ്പോൾ അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ ഓർക്കേണ്ടതിന്. ഇപ്പൊ പെർസിക്യൂഷൻ, ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോഴേക്കും നമ്മൾ ഭയങ്കര ഡീപ്പായിട്ട് അപ്സെറ്റ് ആവുന്ന ആൾക്കാരാണ്, അല്ലെ? ചെറിയ ചെറിയ കാര്യങ്ങളെ തന്നെ നമ്മൾ വളരെ ഡീപ്ലി അപ്സെറ്റ് ആകും. അപ്പൊ ഈ പെർസിക്യൂഷൻ വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ നമ്മൾ വിചാരിക്കും ചില ആൾക്കാർക്ക് ഇതിന് പവർ കൂടുതലുണ്ടായിരിക്കും, ചില ആൾക്കാർ വിശ്വാസത്തിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്നൊക്കെ വിചാരിക്കും. അങ്ങനെയൊന്നും അല്ലത്. ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോകുമ്പോൾ, 1.25 വയസ്സിലൊക്കെ ഞങ്ങളുടെ കുഞ്ഞ് മരിച്ചു പോകുമ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായത്, ഒരു ധൈര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ, ഒരു ധൈര്യം ഇല്ലാത്ത ആൾ. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ആരെങ്കിലും വെളിയിൽ പോയാൽ തിരിച്ച സമയത്ത് വന്നില്ലെങ്കിൽ ഐ ഗെറ്റ് ആങ്ഷ്യസ്. അത് ശരിക്കും എൻ്റെ ടെമ്പറാമെന്റിനകത്ത് തന്നെ അങ്ങനെയാണ്. പക്ഷെ ആ കുഞ്ഞ് മരിക്കുമ്പം ദൈവം തന്ന ഒരു ഭയങ്കര പീസ്, അത് ചെയ്സ് ഉണ്ടാക്കിയെടുത്തതല്ല. നമ്മുടെ പ്രതിസന്ധികളുടെ നടുവിൽ നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല, വിൽ ബി വീക്ക്. പക്ഷെ ദൈവത്തിന് ആ സമയത്ത് നമുക്ക് എന്ത് ബലമാണോ വേണ്ടത്, അകത്തെ മനുഷ്യന് എന്ത് ബലമാണോ വേണ്ടത് തരാൻ പറ്റും. നമ്മൾ ഇന്ന് പതറി പോകുന്നതുകൊണ്ട് നമ്മൾ ധൈര്യം ഇല്ലാത്തവരല്ല. നമ്മൾ ഇന്ന് നമ്മുടെ ബലഹീനതകളെ നോക്കുമ്പോൾ നമ്മൾ നാളെ ഇതിനെ വല്ല നേരിടുമോ നമ്മൾ ആലോചിച്ചിട്ട് കാര്യമില്ല. നമുക്ക് അല്ലെങ്കിൽ നേരിടാൻ പറ്റില്ല. ദൈവം അത് നമ്മളെ കൊണ്ട് സാധിപ്പിക്കും എന്നുള്ളതാണ്. അവിടെയാണ് ഫെയ്ത്ത് എന്ന് വരുന്നത്. സോ വി കനോട്ട് ജസ്റ്റ് ലുക്ക് അറ്റ് അവേഴ്സെൽസ് ആൻഡ് ഫ്രെറ്റ്. നമുക്ക് നമ്മളെ തന്നെ നോക്കി മുഷിയാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ സ്ട്രെങ്തിനാലല്ല നമ്മൾ നിൽക്കുന്നത്. വി കനോട്ട് ഫ്രെറ്റ് വിത്ത് അവർ ഓൺ വീക്ക്നെസ്സസ്. ചില ആളുകൾ അയ്യോ പാവം എന്നെ കൊണ്ടൊന്നും പറ്റിയല്ല, അങ്ങനെ ചിന്തിക്കുക. നിങ്ങളെ കൊണ്ട് ആരെങ്കിലും പറ്റിയല്ല, ദാറ്റ്സ് ട്രൂ. പക്ഷെ കർത്താവിന് പറ്റും, ഹി ക്യാൻ. അവിടെ ഒരു കർത്താവ് നമുക്ക് തരുന്ന ഒരു കൃപയാണ്. നമ്മൾ ഈ ക്രൂശിനെ നേരിടുന്നു, മരണത്തെ നേരിടുന്നു, ആ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്ന ബലമല്ലാതെ ദർ ഇസ് നത്തിങ്. അപ്പൊ ഇവിടെ എല്ലാം ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിന്മേലേക്ക് നമ്മൾ കടന്നു വരുമ്പോഴാണ് നമുക്ക് ശരിക്കും എന്താ പറയുന്നത്, ധൈര്യമുള്ള ഒരു വിശ്വാസം ഉണ്ടാകുന്നത്, ഇടറിപ്പോകാത്ത ഒരു വിശ്വാസം ഉണ്ടാകുന്നത്. ബിക്കോസ് ദ ലോർഡ് വിൽ നെവർ ചേഞ്ച് ഹിസ് വേർഡ്സ് ആൻഡ് നെവർ ഗോ ബാക്ക് ഓൺ ഹിസ് പ്രോമിസസ് ആൻഡ് വിൽ നെവർ ബീട്രേ യു, നെവർ ഫോർസേക്ക് യു, നെവർ ലീവ് യു അലോൺ. അവരൊരിക്കലും നിന്നെ ഉപേക്ഷിക്കുകയോ കൈവിടുകയോ ചെയ്യുകയില്ല, വാഗ്ദത്തങ്ങൾ ക്യാൻസൽ ചെയ്യില്ല. എൻ്റെ ആകെയുള്ള ഹോപ്പ് അതാണ്. Beset with weaknesses, a man like me, a woman like me has only one thing to hope. ദൈവം അവന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാകയാൽ അവൻ എനിക്ക് തന്നിരിക്കുന്ന വാക്കുകൾ അവൻ പാലിക്കും എന്ന് എനിക്ക് അറിയാവുന്നതിനാൽ ഐ സ്റ്റാൻഡ് ഫോർ. അത്രയേ ഉള്ളൂ. ഹോൾഡിങ് ഓൺ ടു ദ പ്രോമിസസ് ഓഫ് ഗോഡ്, സ്റ്റാൻഡിങ് ഓൺ ദ പ്രോമിസസ്. അതിൻ്റെ ഒരു പാട്ടുണ്ടല്ലേ പഴയകാലത്ത്. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളാണ് നമ്മുടെ അടിസ്ഥാനം, നമ്മൾ തന്നെയല്ല. ഓക്കെ, ആദിയിൽ ഇത് നിങ്ങളോട് പറയാഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കൊണ്ടാകുന്നു. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവന്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നുവെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല, എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കേണ്ട ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല, ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. എന്താണ് ഈ ഒരു കർത്താവ് വേദനയോടെ പറയുന്ന കാര്യം? കർത്താവിനോട് ആളുകൾ ചോദിക്കുന്നില്ല എങ്ങോട്ടാ നീ പോകുന്നതെന്ന്, ചോദിക്കുന്നില്ല എന്ന് പറയുന്നു. കർത്താവ് തന്നെ 14 വാക്യത്തിൽ പറഞ്ഞ ഞാൻ എങ്ങോട്ട് പോകും നിങ്ങൾ അറിയുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ ആരും എന്നോടത് ചോദിക്കുന്നില്ല, എവിടെ പോകുന്നു എന്ന് ചോദിക്കുന്നില്ല. അപ്പൊ കർത്താവ് നേരത്തെ പറഞ്ഞല്ലേ, എന്താ പറഞ്ഞേ? ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഓർമ്മയുണ്ടോ?
ഞാൻ പോകുന്ന വഴി നിങ്ങൾ അറിയുന്നു. 14-ാം അധ്യായം. അപ്പോ തോമസ് ചോദിക്കുകയാണ്, നീ പോകുന്ന വഴി, നീ എങ്ങോട്ട് പോകുന്ന പോലും ഞങ്ങൾക്ക് അറിയത്തില്ല, പിന്നെ വഴി എങ്ങനെ അറിയും? അപ്പൊ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവൻ. അപ്പൊ അവിടെയും കർത്താവ് പറഞ്ഞില്ല എങ്ങോട്ടാ പോകുന്നതെന്നും ഏത് വഴിയാ പോകുന്നതെന്നും പറഞ്ഞില്ല. ശിഷ്യന്മാരും ആ കേസങ്ങ് വിട്ടു. പിതാവിന്റെ അടുക്കലേക്കാ പോകുന്നതെന്നറിയാം, കാരണം പിതാവിന്റെ അടുക്കൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. പക്ഷെ അതിന് കർത്താവ് വെച്ചിരിക്കുന്ന ഒരു വഴി, ഈ ഇമ്മീഡിയറ്റ്ലി കർത്താവ് എങ്ങോട്ടാണ് പോകുന്നത്, അതായത് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് ഇവരാരും അന്വേഷിക്കുന്നില്ല. കാരണം അത്രയും വെളിച്ചം അവർക്കുണ്ടായിട്ടില്ല. കർത്താവ് പിന്നെയും പറഞ്ഞിട്ട് അത് മനസ്സിലായിട്ടില്ല. അപ്പൊ കർത്താവ് പറയാണ്, നീ എവിടെ പോകുന്നതെന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. ദാറ്റ് മീൻസ് ദേ ആർ ഗോയിങ് ടു പാർട്ട്. അവർ വേർപിരിയാൻ പോവാണ് തൽക്കാലത്തേക്ക്. കർത്താവ് എങ്ങോട്ടാ പോകുന്നത്? കർത്താവ് ക്രൂശിലേക്കാ പോകുന്നത്. ഇവരെങ്ങോട്ടാ പോകുന്നത്? ഇവരവരുടെ ജീവിതത്തിലേക്ക് മീൻ പിടിക്കാൻ പോവാ. അവരെ കൊണ്ട് അത്രേ പറ്റുള്ളൂ. ഓക്കെ, അപ്പം മീൻ പിടിക്കാനാണ് ഇവർ പോകുന്നത്, അല്ലെങ്കിൽ ഇവരുടെ ജീവിതത്തിലേക്ക് ഇവർ തിരിച്ചു പോകും. there will be a parting. ഇപ്പൊ കർത്താവ് പോകുന്ന ക്രൂശ് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു ദുഃഖത്തിന്റെ ഒരു തലമുണ്ട്, പെർസിക്യൂഷന്റെ ഒരു തലം. കർത്താവ് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരുന്ന ഗുരുവിന് വരാൻ പോകുന്ന ആ വളരെ കഷ്ടത നിറഞ്ഞ ആ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെ? അപ്പൊ ആ ഗുരുവിന് വരുന്ന കഷ്ടതകളെ കുറിച്ച് സംസാരിക്കുമ്പം ഓക്കെ, ഈ ശിഷ്യന്മാരുടെ ക്രൂശിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും ശിഷ്യന്മാർക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ കർത്താവ് പറയാണ്, നിങ്ങൾ ആരും എന്നോട് ആ ക്രൂശിനെ കുറിച്ച് ചോദിക്കുന്നില്ല. എൻ്റെ ഉള്ളിൽ ഭയങ്കരമായ ദുഃഖമുണ്ട്. എന്നെ വളരെ ആഴമായി ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യത്തിലേക്കാണ് ഞാനിപ്പോൾ പ്രവേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത വാക്യം പറയുന്നത്, പക്ഷെ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനമാണ്. എന്തുകൊണ്ടാണ് കർത്താവ് പോയ ശേഷം പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് പറഞ്ഞത്? പോകാതെ അയച്ചാൽ എന്തായിരുന്നു കുഴപ്പം? വൈ ഷുഡ് യു ഗോ? അതിന്റെ കാരണമുണ്ട്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ വരുന്നത് തേജസ്കരിക്കപ്പെട്ട ആത്മാവായിട്ടാണ്. അതായത് പുത്രത്വത്തിന്റെ തേജസ്സിലേക്ക് നമ്മൾ നടത്തേണ്ട ആത്മാവായിട്ടാണ് വരുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ നടത്തി പുനരുത്ഥാനം പ്രാപിച്ച് അവന്റെ തേജസ് നമ്മളിലേക്ക് തരാൻ തേജസ്കരിക്കപ്പെട്ട ക്രിസ്തുവാണ് ആത്മാവിനെ അയക്കുന്നത്. കാരണം ഈ ആത്മാവ് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ തേജസ്സിന് വേണ്ടിയുള്ള ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം, ആ ഞരക്കം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കണം. ശരിക്കും ആ ഒരു ഞരക്കം ഉണ്ടാക്കുക. അപ്പൊ ഇത് മഹത്വത്തിന്റെ പ്രത്യാശ നമുക്ക് തരുന്ന ആത്മാവാണ്. ആത്മാവിനെ തന്നിട്ടാണ് ദൈവം നമ്മളെ വിളിക്കുന്നത്. ഒരു വലിയ പ്രത്യാശയിലേക്ക്, വലിയൊരു തേജസ്സിലേക്കാണ് കർത്താവ് നമ്മളെ വിളിക്കുന്നത്. ആ ഒരു വിളി ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പൊ ശരിക്കും തേജസ്കരിക്കപ്പെട്ട ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരണം. അപ്പൊ കർത്താവ് മരിച്ച് പുനരുത്ഥാനം ചെയ്ത് തേജസ്കരിക്കപ്പെട്ട് ശേഷമാണ് ആത്മാവിനെ അയക്കുന്നത്. ഹി വെന്റ് ബാക്ക് ടു ഹെവൻ ആഫ്റ്റർ 40 days of his resurrection, and even afterwards, 10 days afterwards, the Holy Spirit came. തേജസ്സിന്റെ ആത്മാവ് തേജസ്കരിക്കപ്പെട്ട ശേഷമാണ്. ഇവൻ മരിച്ച് പുനരുത്ഥാനത്തിന് ശേഷം പോലും അല്ല, ആഫ്റ്റർ ഹിസ് ഗ്ലോറിഫിക്കേഷൻ ഹി സെൻഡ് ഹിസ് സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്താണ് ആ ആത്മാ വെളിപ്പെടുത്തി തരുന്നത്? പുത്രത്വത്തിൽ നിന്ന് നമുക്ക് ലഭിക്കാൻ പോകുന്ന അതിമഹത്തായ തേജസ്സിന്റെ വെളിപ്പാടാണ് ഈ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് തരുന്നത്. ഈ തേജസ്സിന്റെ വെളിപ്പാട് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. സോ ദാറ്റ് പുട്സ് us in another way, a narrow way through which we walk, a way of life, ജീവന്റെ വഴി. ഓക്കെ, ആ ഒരു ജീവന്റെ വഴിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിക്കുന്നത് ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രവൃത്തിയാണ്, ശുശ്രൂഷയാണ്. ഇപ്പൊ കർത്താവ് പറയാണ്, ഞാൻ പോകുന്നു നിങ്ങൾക്ക് പ്രയോജനം. അപ്പൊ എങ്ങോട്ടാ പോകുന്നത്? ക്രൂശിലേക്ക്, പുനരുത്ഥാനത്തിലേക്ക്, തേജസ്കരണത്തിലേക്ക്. ആ ഒരു യാത്ര നിങ്ങൾക്ക് പ്രയോജനമാണ്. എന്തുകൊണ്ട് പ്രയോജനമാണ്? പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരാൻ എനിക്ക് പറ്റും. കാരണം ഈ ആത്മാവ് വന്നു കഴിയുമ്പോഴുള്ള വ്യത്യാസം, ഇപ്പോൾ ഇവർക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ, ഇപ്പം ദൈവം നമ്മോട് കൂടെയാണ്, അല്ലെ? ഇമ്മാനുവൽ, ഗോഡ് വിത്ത് us ആണ്. എന്നാൽ ആത്മാവ് വരുമ്പോൾ ഗോഡ് ഇൻ us ആവും. എന്താ വ്യത്യാസം? when Holy Spirit comes inside, നമ്മുടെ ഉള്ളിലേക്ക് വന്ന് നമുക്ക് ജീവൻ തരുമ്പോൾ, ക്രൈസ്റ്റ് dwells in us, അവൻ നമ്മിൽ വസിക്കും. ഇപ്പം നമ്മുടെ കൂടെ വസിക്കുന്നത്, അല്ലെ? ശിഷ്യന്മാരുടെ കൂടെയാണ്
ഇന്നല്ല. പക്ഷെ ആത്മാവ് നമ്മുടെ വരുമ്പോൾ അവന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വസിക്കും. എ ന്യൂ പെർസ്പെക്റ്റീവ്, എ ന്യൂ ലൈഫ്. കർത്താവിന്റെ ജീവൻ നമ്മുടെ ഉള്ളിൽ വസിക്കും. അപ്പൊ അത് കർത്താവ് പ്രോമിസ് ചെയ്യുന്നത്, ഞാൻ പോയാലേ അത് കഴിയുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് പ്രയോജനം ഏതാണ്? ഞാൻ കൂടെ വസിക്കുന്നതല്ല, എന്റെ ജീവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതാണ് നിങ്ങൾക്ക് പ്രയോജനം. നമുക്ക് ഒരുപക്ഷെ ഇങ്ങനെ ചിന്തിക്കാം, യേശു ക്രിസ്തു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലല്ലേ നല്ലത്. നിങ്ങൾ അങ്ങനെ ചിന്തിച്ചു നോക്കി. ഇപ്പൊ നമ്മുടെ കൂടെ കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ എന്തൊരു സന്തോഷമായിരുന്നു. വി കനോട്ട് ഇമാജിൻ, അല്ലേ? ഇപ്പൊ നമ്മൾ ഈ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്റെ കർത്താവ് ഇടയിൽ വന്നായിരുന്നെങ്കിൽ ഞാൻ ഈ വർത്താനമൊക്കെ നിർത്തിയേനെ. കാരണം നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ. ബിക്കോസ് ദ ലോർഡ് വുഡ് ബി ഹിയർ, വി വിൽ ബി ഫുൾ ഓഫ് ജോയ്, അല്ലേ? ഭയങ്കര സന്തോഷമായിരുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ചെങ്കിൽ അതിനേക്കാൾ സന്തോഷമല്ലേ നമ്മുടെ ഉള്ളിൽ കർത്താവ് വരുമ്പോൾ വരേണ്ടത്, റിയലി. പിന്നെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ വരാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ആർ ടച്ച്ഡ് മോർ ബൈ സൈറ്റ്. നമുക്ക് കാഴ്ചയിലും ഫിസിക്കൽ ജഡസംബന്ധമായ പ്രസൻസിലും നമുക്ക് കൂടുതൽ ആനന്ദം ഉണ്ടാകും. ആത്മാവിൽ ആ സന്തോഷം ജനറേറ്റ് ചെയ്യുന്ന ഒരു സ്പിരിച്വൽ മാൻ വളരെ ബലഹീനം. അതുകൊണ്ട് ഈ കർത്താവ് തന്നെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ നമുക്ക് ആ ഓസംനെസ് തോന്നുന്നില്ല, ആ റെവറൻസ് തോന്നുന്നില്ല, ആ വിശുദ്ധിക്ക് വേണ്ടിയുള്ള പെടക്കല് തോന്നുന്നില്ല. ബട്ട് ഈ ഫിസിക്കലി പ്രസന്റ് എമംഗ് us നമ്മൾ ഒത്തിരി നന്നായിന്, അല്ലേ? പക്ഷെ കർത്താവ് പറയുന്നത് നിങ്ങൾ കാഴ്ചയാലല്ല, അടുത്ത് കർത്താവ് ഉണ്ടെന്നുള്ളതിലല്ല, നമ്മുടെ ഉള്ളിൽ കർത്താവ് വസിക്കുന്ന നമുക്ക് പ്രയോജനം. കാരണം നമ്മുടെ ജീവൻ അവന്റെ ആയി മാറുക, അല്ലെ? തിരിച്ച് അവന്റെ ജീവൻ നമ്മുടേതായി മാറുകയാണ്, ബിക്കോസ് ഓഫ് ദി സ്പിരിറ്റ് ഇൻസൈഡ് us. അപ്പൊ അവന്റെ ആത്മാവ് നമ്മുടെ മേൽ വന്നു കഴിയുമ്പോൾ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് ഓക്കെ, ദാറ്റ്സ് ഫൈൻ, ഹി വിൽ ഓൾവേസ് ബി വിത്ത് us. പക്ഷെ ഹീസ് ഇൻസൈഡ് us, ഇൻ us, അവൻ നമ്മിൽ വസിക്കുന്നു, അവന്റെ ജീവൻ നമ്മളിൽ പകരുന്നു എന്ന് പറയുന്നത്, that becomes something special, something more of a concrete foundation. ഓക്കെ, ഒരിക്കലും ഇളകിപ്പോകാത്ത, അല്ലെ, ശരിക്കും ദൈവത്തിന്റെ എല്ലാ നിറവിനാലും നമ്മെ നിറയ്ക്കുന്ന, വിശുദ്ധീകരണത്തിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ആ ഒരു പ്രസൻസ്, ആ ഡ്വെല്ലിങ്ങിനെ കുറിച്ചാണ് കർത്താവ് ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് നമ്മിൽ വസിച്ചു കഴിയുമ്പോൾ ദ ലോർഡ് ഡ്വെൽസ് ഇൻ us ആൻഡ് ഹിസ് ലൈഫ് ഗ്രോസ് ഇൻ us. അവന്റെ ജീവൻ നമ്മളിൽ വളരും. ഈ ജീവൻ നമ്മൾ വളരും എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടിക്കലായിട്ട് മനസ്സിലാക്കാൻ യോഹന്നാന്റെ സുവിശേഷം അല്ല, നമുക്ക് ലേഖനങ്ങളിലൂടെയാണ് മനസ്സിലാകുന്നത്. ഹൗ ഇറ്റ് ബിക്കംസ് പ്രാക്ടിക്കൽ. നമ്മൾ പ്രാക്ടിക്കൽ കാര്യങ്ങളെ കുറിച്ച് അധികം യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയാൻ പറ്റില്ല. എന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കർത്താവ് ഇത് പറയുമ്പോൾ തന്നെ ശിഷ്യന്മാർക്ക് പലതും മനസ്സിലായിട്ട്, പിന്നെ ആത്മാവ് വന്നതിനെ പ്രാക്ടിക്കലായിട്ട് കാണിച്ചു കൊടുക്കുന്നത് പിന്നീട് ഒരു അവസരത്തിലാണ്. സോ ജോൺ ഈസ് മോസ്റ്റ്ലി തിയറി. ക്രിസ്തുവിന്റെ ജീവൻ നമ്മിൽ വരുമ്പോൾ അവന്റെ ജീവൻ, പുത്രത്വം നമ്മൾ പ്രാപിക്കുന്നു, നാം പുത്രന്റെ ജീവൻ ജീവിക്കാൻ തുടങ്ങുന്നു. അത് നമുക്ക് കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയുന്നതിനേക്കാളും ബലമാണ്. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, നമ്മുടെ ഈ അപര്യാപ്തതകൾ കാരണം, അതായത് ബിക്കോസ് വി ആർ ഇന്നാഡിക്വേറ്റ് ഇൻ അവർ സ്പിരിച്വൽ ലിവിങ്, നമുക്ക് സംഭവിക്കുന്ന ഒരു അപകടം എന്താണെന്നറിയാം? ഇപ്പം കർത്താവ് നിങ്ങളോട് രാത്രി പ്രത്യക്ഷപ്പെട്ടില്ല, സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടൊരു കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചു. നിങ്ങൾ അതിനാണോ കൂടുതൽ വില കൊടുക്കുന്നത്, ബൈബിളിലുള്ള ഒരു കാര്യത്തിനാണ്? രണ്ടിനും ഒരേ വിലയാണ് കർത്താവ് പറഞ്ഞെങ്കിൽ, അല്ലെ? പക്ഷെ ഏതാണ് നിത്യമായ സത്യം? വേദപുസ്തകം എഴുതി തന്നതാണ്, മോർ സീരിയസ്. ഉദാഹരണം, നമ്മൾ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ സീരിയസ് ആണ് എന്ത്? എഴുതി തരുന്നതല്ലേ. ഇപ്പൊ പറഞ്ഞു കേൾപ്പോ കർത്താവ് എന്നോട് പറയാണ്, നീ നാളെ ഇന്ന സ്ഥലത്തേക്ക് പോയിക്കോ, ശബ്ദം കേട്ടു, ഓക്കെ ഫൈൻ, ഞാൻ പോയി തിരിച്ചു വന്നു. ശാശ്വതമല്ല പറയുന്ന കാര്യങ്ങൾ, താൽക്കാലികമായിട്ടായിരിക്കും. എന്നാൽ ശാശ്വതമായ കാര്യങ്ങൾ നമുക്ക് എഴുതി തന്നിട്ടുണ്ട്. അതിന്റെ ബേസിസിൽ മാത്രമേ ഒരു ഓറൽ കാര്യം കർത്താവ് പറയുള്ളൂ. ഇപ്പൊ ഫൗണ്ടേഷനിൽ നമുക്ക് എഴുതി തന്ന കാര്യങ്ങൾക്ക് കൂടുതൽ അടിസ്ഥാനപരമായ വാല്യൂ ഉണ്ട്, ആൻഡ് ദാറ്റ് വി ക്യാൻ ടീച്ച് എവരി വൺ. അതേസമയം നമ്മൾ സ്വപ്നം കണ്ടു, നമ്മൾ ദർശനം കണ്ടു, നമ്മൾ അങ്ങനെ കണ്ടു, ഇങ്ങനെ കണ്ടു, ഇതൊന്നും ആരും പഠിപ്പിക്കേണ്ട കാര്യങ്ങളല്ല. ഇപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടു, ഓക്കെ സന്തോഷം, സ്തോത്രം, പക്ഷെ ഇത് വേറൊരാളുടെ പഠിപ്പിക്കാൻ വചനം മതി. നമുക്ക് പലപ്പോഴും, ഞാൻ ഈ കഴിഞ്ഞ ഞായറാഴ്ച ചർച്ചിൽ പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ പറയുന്ന വാക്കുകൾക്ക് അപ്പുറത്ത് ദൈവം സംസാരിക്കുന്നതുകൊണ്ടാണ് ആളുകൾ രക്ഷപ്പെടുന്നത്. ദാറ്റ്സ് വാട്ട് വി കോൾ എഫക്റ്റീവ് കോളിംഗ്. ഇപ്പൊ ദൈവം സംസാരിക്കുന്ന വാക്കുകൾ വചനത്തെ എന്നായിരിക്കും. നമ്മൾ ഒത്തിരി ട്രിക്കുകൾ ഉപയോഗിക്കും ആളുകളെ നേരെ കൊണ്ടുവരാനും, സഭയ്ക്കകത്ത് കൊണ്ടുവരാനും, പ്രാർത്ഥനയ്ക്ക് പങ്കെടുപ്പിക്കാനും ഒക്കെ നമ്മൾ പല പ്രോമിസുകളും പറയും, അല്ലെ? രോഗശാന്തിയെ കുറിച്ച് പറയും, പൈസ ഒക്കെ പറഞ്ഞെന്ന് വരും. അത് ദൈവം ചെയ്തു തരുകയും ചെയ്യുമായിരിക്കും.
പക്ഷെ ദൈവം ഒരാളോട് സംസാരിക്കുമ്പം ദൈവം വേറെ ഭാഷ ഉപയോഗിക്കുന്നത്. അവൻ പറയുന്നത് നിത്യമായ തേജസ്സിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഒരു വിളി കേൾക്കുമ്പോഴാണ് ആളുകൾ മാനസാന്തരപ്പെടുന്നത്. നമ്മുടെ ട്രിക്കുകൾ കൊണ്ടല്ല. പ്രാർത്ഥന പോലും നമുക്ക് പലപ്പോഴും ട്രിക്കായിട്ട് വരും. നമ്മൾ മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി നമ്മളങ്ങ് പ്രാർത്ഥിക്കും. ഓക്കെ, മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി നമ്മളങ്ങ് പ്രാർത്ഥിക്കും. അപ്പൊ നമ്മുടെ ഉദ്ദേശം കർത്താവ് കേട്ട് അവനെ സഹായിക്കണമെന്നല്ല, നമ്മൾ ഈ പ്രാർത്ഥിച്ച നല്ല പ്രാർത്ഥന കേട്ട് അവൻ നന്നായിക്കണമെന്ന്. സോ സംടൈംസ് ഇൻസ്റ്റെഡ് ഓഫ് കമ്മ്യൂണിക്കേറ്റിംഗ് ടു ഗോഡ്, വി കമ്മ്യൂണിക്കേറ്റ് ടു പീപ്പിൾ വിത്ത് അവർ പ്രേയേഴ്സ്. അങ്ങനെ വന്നു പോകാറുണ്ടോ ചില സമയത്തൊക്കെ? എനിക്കങ്ങനെ വന്നു പോകാറുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പബ്ലിക് പ്രാർത്ഥന ഒത്തിരി അങ്ങ് കുറച്ചു. കാരണം പ്രൈവറ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ എന്റെ വീട്ടിലുള്ളവർക്ക് വേണ്ടി അല്ല എനിക്ക് വേണ്ടി തന്നെയോ പ്രൈവറ്റ് ആയിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പ്രാർത്ഥിച്ചാൽ അവരെന്നെ ഓടിക്കും. ബിക്കോസ് ദാറ്റ്സ് ഹൗ വി പ്രേ. നമുക്ക് പബ്ലിക്കായിട്ട് പ്രാർത്ഥന വേണം, ശരിക്കും വേണം, നല്ലപോലെ വേണം. പക്ഷെ അതുപോലെ തന്നെ വി നീഡ് ടു ഹാവ് എ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ. അവിടെ നമുക്ക് കർത്താവിൻ്റെ അടുത്തൊരു ഭയങ്കര ഓപ്പൺനെസ് ഉണ്ട്, ദൈവം ആത്മാവായതുകൊണ്ട്. അപ്പൊ ആത്മാവിന്റെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് എപ്പോഴും ഇറ്റ് വിൽ ബി ഓണസ്റ്റ്, മോർ ഓണസ്റ്റ്. ദർ വിൽ ബി ലെസ് ഓഫ് ട്രിക്സ്. ഇപ്പൊ നമ്മൾ ആൾക്കാരെ സോപ്പിട്ട് പ്രാർത്ഥിക്കില്ല. ഉദാഹരണത്തിന് ചേസ് ബ്രദറിനെ വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇദ്ദേഹം ഇത്ര ഭയങ്കരമായിട്ട് കർത്താവിന് വേണ്ടി അങ്ങനെയൊന്നും പറയല്ല. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവത്തോട് ഡയറക്റ്റ് പറയുമ്പോൾ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്നെ പൊക്കി പറഞ്ഞിട്ട് കർത്താവിനെ പോയി പറഞ്ഞിട്ട് കാര്യം. അപ്പൊ ഇങ്ങനെ പറയുള്ളൂ, കർത്താവെ അവനൊക്കെ നേരെ ചൊവ്വേ നടക്കാൻ നീ സഹായിക്കണേ, അഹങ്കാരവും ഗമയും ഒക്കെ വർദ്ധിച്ച് നശിച്ചു പോകാതിരിക്കാൻ. ഇങ്ങനെയൊക്കെ എന്റെ മുമ്പ് വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇയാൾ എന്ത് വിചാരിക്കുന്ന ടെൻഷൻ കാരണം ഇത്തിരി ഡിപ്ലോമാറ്റിക് ആയി പോകും. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഈ പ്രൈവറ്റ് ആയിട്ട് ഇപ്പം ഒരു വ്യക്തിയെ കുറിച്ച് പ്രാർത്ഥിക്കുമ്പം നമ്മുടെ മുമ്പിലേക്ക് ആത്മാവ് കാണിച്ചിരുന്ന ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കുന്ന കാര്യങ്ങളുടെ പുറകെ നിങ്ങൾ പ്രൈവറ്റ് ആയിട്ട് ഇരിക്കണം. അല്ലെങ്കിൽ മനസ്സിലേ നമ്മൾ പോകുമ്പോഴെല്ലാം ഇങ്ങനെ എപ്പോഴും ചിന്തിക്കണം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് കാണിച്ചിരുന്ന ചില ഏരിയാസ് ഉണ്ടോ, ആ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ചിലപ്പം കർത്താവ് കാണിച്ചു തരും. സോ പ്രേയർ ഹാസ് സോ മെനി ഡൈമെൻഷൻസ്. അത് നമ്മൾ കാണുന്ന ഒരു പെരിഫറൽ ഡൈമെൻഷൻ മാത്രമല്ല. ഇനി പ്രേയറിനെ കുറിച്ച് പറയാൻ വേണ്ടി അല്ല ഇത് പറഞ്ഞത്. നമ്മുടെ നടപ്പിനകത്ത് ആത്മാവിന്റെ ശബ്ദം നമ്മൾ കേട്ട് ക്രിസ്തുവിന്റെ ജീവൻ നമ്മളിൽ വളരുവാൻ, ക്രിസ്തു നമ്മിൽ വസിക്കുന്ന ആ ഒരു അവസ്ഥ, വിശ്വാസത്താൽ അവൻ നമ്മിൽ വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ഓക്കെ, അപ്പോൾ വി നീഡ് ടു ഹാവ് എ സ്പിരിച്വാലിറ്റി ദാറ്റ്സ് ഇന്റേണൽ കൺസേണിങ് അവർ ഇന്നർ മാൻ. ആന്തരിക മനുഷ്യൻ ക്രിസ്തുവിന്റെ സ്വഭാവത്തിന് അനുരൂപരാകുന്ന ആ ഒരു ദൈവവുമായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്ര നേരം പ്രാർത്ഥിച്ചു, ഓക്കെ, അത് അങ്ങനെ ഒരു പ്രഷർ നിങ്ങളുടെ മേൽ ഇടുന്നതിന് പകരം എപ്പോഴും കർത്താവിനോട് ചോദിച്ചുകൊണ്ടിരിക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്. അത് പ്രൈമറിലി ഒന്നാമത്തെ കാര്യം. പ്രൈമറിലി ഞാൻ എന്താ ചെയ്യേണ്ടത് കർത്താവ്, ഞാൻ ചെയ്യുന്നതിനകത്ത് എന്താ പ്രശ്നം, ഞാൻ എന്തുകൊണ്ടാണ് നിന്നെ പോലെ അല്ലാത്തത്, ഞാൻ എങ്ങനെ വർത്താനം പറയേണ്ടത്, എങ്ങനെ ഞാൻ ഫെയിൽ ആയി പോകുന്നത്, കർത്താവ് എന്നെ സഹായിക്കണമേ. ആ ഒരു കണ്ടിന്യൂസ് ക്രൈ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. അത് പിന്നെയാണ് സ്ട്രക്ചേർഡ് ഒക്കെ ആകേണ്ടത്. ബട്ട് പ്രൈമറിലി ഫണ്ടമെന്റലി വി നീഡ് ടു ടോക്ക് ടു ദ ലോർഡ്. അത് ആത്മാവ് നമ്മളെ സഹായിക്കും. ആത്മാവ് വരുന്നത് അതിനുവേണ്ടിയാണ്. ആത്മാവ് നമ്മുടെ ഉള്ളിൽ പുത്രത്വം ഉണ്ടാക്കുകയാണ്. അപ്പൊ കർത്താവ് പോയി കഴിയുമ്പം അവൻ ആത്മാവിനെ അയക്കും എന്ന് പറയുന്നത്, ഈ ആത്മാവ് നമുക്ക് എല്ലാറ്റിനെ കുറിച്ചും ക്രിസ്തുവിന്റെ ഒരു ഇൻസൈറ്റ് തരും. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾ വിചാരിക്കില്ല അപ്പൊ പബ്ലിക്കായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണോ? പബ്ലിക്കായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പവറാണ്. ബട്ട് ദാറ്റ്സ് സംതിങ് എൽസ്. ദിസ് ഈസ് സംതിങ് എൽസ് ആൻഡ് ദാറ്റ്സ് സംതിങ് എൽസ്. ആ സംതിങ് എൽസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 പേർ കൂടി വന്ന ഒരു കാര്യം കർത്താവിന് മുമ്പിൽ വെക്കുമ്പോൾ ആ സഭയുടെ ബലം അതിന്റെ പുറകിലുണ്ട്. സഭയുടെ ബലം എന്ന് പറയുന്നത് അതൊരു നല്ല ബലമാണ്. ഒരു ചർച്ചിന്റെ ബലം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും പ്രാർത്ഥനയുടെ കൃപാവരമുള്ള മനുഷ്യരെ അന്വേഷിച്ച് നടക്കാറുണ്ട്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, പ്രാർത്ഥനാപരമുള്ള ആൾക്കാരുണ്ടോ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാനാ. പക്ഷെ ശരിക്കും പ്രാർത്ഥനാപരമുള്ള ആൾക്കാരൊന്നും ഇല്ല ലോകത്ത്, ഒറ്റ മനുഷ്യൻ പോലും ഇല്ല. പക്ഷെ സഭയുടെ ശ്രദ്ധയേറിയ പ്രാർത്ഥന, അല്ലെങ്കിൽ നീതിമാന്മാരുടെ പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയ്ക്ക് ഒരു കളക്റ്റീവ് പ്രേയറിന്റെ അതോറിറ്റി ഉണ്ട്. ആ 2-3 പേർ എഗ്രി ചെയ്യുന്നിടത്തെല്ലാം ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ട്. ഒരു സഭയിൽ 500 പേര് വേണ്ട, ആ സഭയിൽ 2-3 പേര് മതി. പ്രാർത്ഥിക്കുമ്പോൾ അതിന് അതിൻ്റെതായ അതോറിറ്റി ഉണ്ട്. ദാറ്റ് ഷുഡ് ബി ദ പ്രേയർ ഓഫ് ദ ചർച്ച്, നോട്ട് ദ പ്രേയർ ഓഫ് ആൻ ഇൻഡിവിജ്വൽ. അത് വേറെ. ബട്ട് അതേ സമയത്ത് തന്നെ സാങ്ക്ടിഫിക്കേഷന്റെ പ്രാർത്ഥനകൾ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നതനുസരിച്ച് നമ്മൾ എവിടെ നിൽക്കുന്നു, എൻ്റെ സഹോദരൻ എവിടെ നിൽക്കുന്നു, ഇവരെവിടെയാണ് കവർ ചെയ്യപ്പെടേണ്ടത്, എവിടെയാണ് കൃപയാൽ പൊതിയപ്പെടേണ്ടത്, എവിടെയാണ് തകർക്കപ്പെടേണ്ടത്, ഇത് നമുക്ക് ആത്മാവ് കാണിച്ചു തരുന്ന പോലെ ഒരു വിവേചനമുണ്ട്. അത് സ്പിരിച്വൽ ലൈഫിന്റെ ഭാഗമാണ്, സ്പിരിച്വൽ ഗ്രോത്തിന്റെ ഭാഗമാണ്. എ കണ്ടിന്യൂയിങ് പ്രെയർ എന്ന് പറയുന്നത്, ദാറ്റ്സ് എ പേഴ്സണൽ ഡിസിപ്ലിൻ. ഓക്കെ, അത് ഒരുപക്ഷെ വേറൊരാൾ മനസ്സിലാക്കണമെന്നില്ല, മനസ്സിലാക്കേണ്ട കാര്യമില്ല. ദിസ് പേഴ്സണൽ ബിറ്റ്വീൻ ഗോഡ് ആൻഡ് യു.
ദാറ്റ്സ് എൻ എൻക്വയറി ഓഫ് ഹിസ് വിൽ. ദൈവത്തിന്റെ ഇഷ്ടത്തെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണത്. ദാറ്റ്സ് നോട്ട് എ ഫോർമൽ സ്ട്രക്ചേർഡ്, ഐ എം നോട്ട് സ്പീക്കിംഗ് അബൌട്ട് എ ഫോർമൽ സ്ട്രക്ചേർഡ് ടൈം ടേബിൾഡ് പ്രേയർ. ഞാൻ സംസാരിക്കുന്നത് ഒരു കണ്ടിന്യൂസ് എൻക്വയറിയാണ് ദൈവത്തോട്. കർത്താവെ, ഞാൻ എങ്ങോട്ട്, എന്തിന്, എങ്ങനെ, നീ എന്താ ആഗ്രഹിക്കുന്നത്, ഞാൻ എന്താ ചെയ്യേണ്ടത്? സോ ആ എൻക്വയറി എപ്പോഴും, ഞാൻ ചെയ്യുന്ന എവിടെ തെറ്റുന്ന, കർത്താവെ ഞാൻ എത്രയോ ദൂരെയാണ് ഇപ്പോഴും നിൽക്കുന്നത്, അടുത്ത പടി ഞാൻ എങ്ങനെയാണ് നിന്റെ ഗ്രേസിനകത്ത് ഇരിക്കുന്നത്. സോ വി നീഡ് ടു ഹാവ് ദാറ്റ് കണ്ടിന്യൂസ് എൻക്വയറി, എംഫസൈസിങ് അവർ ഫെയ്ത്ത്, ബട്രസിങ് അവർ ഫെയ്ത്ത് ഇൻ ഹിം. ഓക്കെ, അടുത്ത വാക്യം പറയുന്നത്, ഞാൻ നിങ്ങളോട് സത്യം പറഞ്ഞാൽ പോകുന്ന നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. കാരണം ഈ കാര്യസ്ഥൻ വരണമെങ്കിൽ നമ്മുടെ ഉള്ളിലൊരു ക്ലെൻസിങ് ഉണ്ടാകണം, നമ്മൾ ശുദ്ധീകരിക്കപ്പെടണം. അത് ക്രിസ്തുവിന്റെ ക്രൂശിൽ മാത്രം നടക്കുള്ളൂ. അത് കാര്യസ്ഥൻ നമ്മുടെ ഉള്ളിൽ വസിക്കില്ല. സോ വി നീഡ് ടു ബി റിന്യൂഡ് സോ ദാറ്റ് ദ ഹോളി സ്പിരിറ്റ് ക്യാൻ ഡ്വെൽ ഇൻ us. അപ്പൊ അതിനൊരു കഴുകൽ ആവശ്യമാണ്, വെള്ളത്താലുള്ള വാഷിംഗ്, കർത്താവിന്റെ റീജനറേഷൻ. ആ ദൈവം നമുക്ക് തരുന്ന ഒരു, എന്താ പറയുന്നത്, ഒരു റീജനറേഷൻ ഉണ്ട്, വാഷിംഗ് വിത്ത് വാട്ടർ. ഓക്കെ, അത് ഇല്ലാതെ ആത്മാവിന് നമ്മളിൽ വസിക്കാൻ പറ്റത്തില്ല. അപ്പൊ കർത്താവ് മരിക്കുക, യാഗമാവുക, അവന്റെ രക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാവുക, നമ്മൾ ക്ലീൻ ചെയ്യപ്പെടുക എന്ന് പറയുന്നത് ഈ ആത്മാവ് നമ്മിൽ വസിക്കാൻ ആവശ്യമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. ഐ നീഡ് ടു ഗോ. ഇഫ് ഐ ഡിഡ്ന്റ് ഗോ ടു ക്രോസ്, യു വുഡ് നോട്ട് ബി സേവ്ഡ്. യു വുഡ് നോട്ട് ഹാവ് ദ കൗൺസിൽ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഞാൻ മരണത്തിന് ഏൽപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആത്മാവിന്റെ അധിവാസം ഉണ്ടാവുകയില്ല എന്നാണ് കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നത്. അടുത്ത വാക്യം, 8-ാം വാക്യമാണ്, അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ആര് വന്നിട്ട്? പരിശുദ്ധാത്മാവ് വന്നിട്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ, പാപം, നീതി, ന്യായവിധി, ശരിക്കും ന്യൂ ടെസ്റ്റാമെന്റ് ടീച്ചിങ്ങിന്റെ ഫൗണ്ടേഷൻസ് ആണ്. പാപം, നീതി, ന്യായവിധി. എന്താണ് പാപം? പാപം എന്ന വിഷയം നമ്മൾ ഈ വാക്യത്തിൽ കാണുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പാപം ഏതാണ്? അതാണ് നമ്മൾ ഈ ലോകത്ത് സാധാരണ പാപം എന്ന് പറഞ്ഞ് വേർതിരിക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യന്റെ മനസാക്ഷിക്ക് പാപം എന്ന് തിരിച്ചറിയാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മോഷണം, കള്ളം, വ്യാജഭാവം, അസൂയ, പിണക്കം, സ്വാർത്ഥത, ഇതെല്ലാം ഈ ലോകത്ത് നമുക്ക് പാപമാണെന്ന് പ്രത്യേകിച്ച് ആരുടെ സഹായമില്ലാതെ തന്നെ മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. അത് ആത്മാവ് വരണമെന്നില്ല അത് മനസ്സിലാക്കാൻ. നമ്മുടെ ശരിയും തെറ്റും എന്നുള്ള നമ്മുടെ അവബോധം, പഴം തിന്നപ്പോൾ നമുക്ക് ലഭിച്ച നമ്മുടെ വല്യപ്പൂപ്പൻ നമുക്ക് നേടിത്തന്ന നന്മ തിന്മകളുടെ അവബോധം, അത് മതി മിക്കവാറുമുള്ള പാവങ്ങളെയൊക്കെ കണ്ടുപിടിക്കാൻ. അവൻ ഭയങ്കര അഹങ്കാരിയാണ്. ഇതെങ്ങനെ മനസ്സിലായത്? പഴം ഉള്ളിലുണ്ടോ മനസ്സിലായത്? അത് ആത്മാ പറഞ്ഞൊന്നുമില്ല. സോ മോസ്റ്റ് ഓഫ് ദീസ് സിൻസ് വി അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഡിസൈൻ ബിക്കോസ് ഓഫ് ദാറ്റ് ഫ്രൂട്ട് ഓഫ് ഗുഡ് ആൻഡ് ഈവിൽ, നന്മ തിന്മകളുടെ ഫലം. ആ ഫലം ഉള്ളതുകൊണ്ടാണ് ഒത്തിരി പാപങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത്. അതിന് ആത്മാവിന്റെ സഹായത്തോടെ അല്ല ആ പാപങ്ങൾ മനസ്സിലാകുന്നത്. അതുപോലെ നീതി, വാട്ട് ഈസ് റൈറ്റ് എന്നുള്ളതും, എന്താണ് ശരി, ശരിയെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകൾ, വാട്ട് ഷാൽ ഐ ഡു ടു ബി എ റൈറ്റസ് മാൻ, ഇതും ആരും ആത്മാവില്ലാതെ നമുക്ക് നമ്മുടെ ബ്രിങ്ങിങ് അപ്പ്, നമ്മൾ വളർന്നു വന്ന അന്തരീക്ഷം കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നതാണ്. നമുക്ക് ചെറുപ്പത്തിൽ കിട്ടിയ ഇൻസ്ട്രക്ഷൻസ്, നമ്മൾ പഠിച്ച പാഠങ്ങൾ, നമ്മൾ സമൂഹത്തെ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യങ്ങൾ, ഇങ്ങനെയെല്ലാമാണ് നീതിബോധം നമുക്കുണ്ടാകുന്നത്. ആത്മാവ് വേണമെന്നില്ല ഒരു നീതിമാന് ജീവിക്കാൻ, ഈ ലോകത്തൊരു നീതിയുള്ള ഒരു മനുഷ്യന് ജീവിക്കാൻ, പാപബോധം വരുത്താൻ ആത്മാവ് വേണമെന്ന് നിർബന്ധമില്ല. ഇനി ന്യായവിധിയെ കുറിച്ച് പറയണമെങ്കിലോ, അതിനും ആത്മാവ് വേണമെന്നില്ല. കാരണം മുസ്ലിങ്ങൾ ന്യായവിധിയെ കുറിച്ച് പറയുന്നുണ്ട്, ആത്മാവൊന്നുമില്ല. ഹിന്ദുക്കൾ പറയുന്നുണ്ട് കൽക്കി എന്ന് പറയുന്ന ഒരു അവതാരം വരും, അവസാനം എല്ലാത്തിനെയും നശിപ്പിച്ചു കളയുന്നു. അവിടെയും ആത്മാവൊന്നും വേണ്ട.
ഈ നരകവും സ്വർഗവും ഉണ്ടെന്ന് വിശ്വസിക്കാനും കുറെ ആൾക്കാർ നരകത്തിലെ വിധിക്ക് പോകുന്നു, കുറെ ആൾക്കാർ സ്വർഗത്തിൽ പോകുന്നു പറയാനും ആത്മാവൊന്നും ആവശ്യമില്ല. ഓക്കെ, ഇതിനൊന്നും ആത്മാവ് വേണ്ട. അപ്പൊ ആത്മാവ് വരുന്നത് എന്തിനു വേണ്ടിയാണ്? ഏത് പാപത്തെക്കുറിച്ച് ബോധ്യം വരുത്താനാണ് ആത്മാവ് വരുന്നത്? അതിന് താഴെ എഴുതിയിരിക്കുന്നത് 9-ാം വാക്യം, അവർ ഇനി വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ച്. അപ്പം സിൻ ഈസ് അൺബിലീഫ്. അൺബിലീഫാണ് പാപം, അവിശ്വാസം. ഇപ്പൊ ദൈവത്തിന്റെ ആത്മാവിന് മാത്രം കാണിച്ചു തരാൻ പറ്റുന്ന ഒരു പാപമാണ് അവിശ്വാസം, അൺബിലീഫ്. അവർ എന്നിൽ വിശ്വസിക്കായക കൊണ്ട് പാപത്തെക്കുറിച്ചും. അൺബിലീഫ്. ഈ അൺബിലീഫ് എന്ന് പറയുമ്പം നമ്മൾ പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് എന്താ വന്നത്? നേരത്തെ ഞാൻ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് വളരെ വിശദമായിട്ട്. പെട്ടെന്ന് നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നത്, ഓ, ദൈവം നടത്തും എന്ന് വിശ്വസിക്കണം. ഇപ്പൊ പല ആളുകളും FO ഫീൽഡ് ഓപ്പറേഷൻ, ഏതാ നമ്മുടെ ഗ്ലോബൽ വിഷൻ സ്കൂളിന്റെ ഫീൽഡ് ഓപ്പറേഷന്റെ ഒക്കെ സമയമാണ്. പല ആളുകളും ചിന്തിക്കുന്നുണ്ട്, ദൈവമേ പൈസയൊക്കെ വരുമോ, പോകാൻ നേരത്തേക്ക് എല്ലാം റെഡി ആവുമോ? വിശ്വസിക്കുക, ദൈവം നടത്തും. ഈ വിശ്വാസത്തെക്കുറിച്ചല്ല ഇവിടെ ദൈവത്തിന്റെ ആത്മാബോധ്യം വരുന്നത്. അതല്ല. ഈ വിശ്വാസം എല്ലാ മതങ്ങളിലും ഉണ്ട്, ദൈവം നടത്തും. ഗണപതി വിഘ്നങ്ങൾ മാറ്റുമെന്നാണ് ഹിന്ദുക്കൾ വിശ്വസിക്കുന്നത്. മാറ്റുമെന്ന് തന്നെ അവർക്കറിയാം, വിശ്വാസമാണ്, അതിന് ആത്മാവൊന്നും വേണ്ട. ഈ കാര്യസാധ്യം എന്ന് പറയുന്നത് ഒന്നിലും നമ്മുടെ വിശ്വാസമൊന്നും ആത്മാവിനാൽ വരുന്നതല്ല. അത് നമുക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ കേട്ടുകേൾവിയാൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പ്രസംഗം കേൾക്കുമ്പോൾ ഒക്കെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന വിശ്വാസമാണ് അതല്ല. അപ്പൊ അവിടെ ദൈവാശ്രയം ആത്മാവ് തരുന്നത് തന്നെയാണ്, അല്ലെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ ഇതുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട്, ഇപ്പൊ ദൈവം എന്നെ നടത്തും, ദൈവം എന്റെ കാര്യങ്ങൾ ശരിയാക്കി തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെന്നുള്ളത് കൊണ്ട് ആത്മാവ് ഉണ്ടാകണോ നിർബന്ധമില്ലെന്ന് ഞാൻ പറയും. അതെല്ലാ മതങ്ങളിലും ആ ഫെയ്ത്ത് ഉള്ളവരുണ്ട്. ഈ ബോംബൊക്കെ അരയിൽ വെച്ച് കെട്ടി ആൾക്കാരെ കൊല്ലാൻ വരുന്ന ജിഹാദി എന്താ വിശ്വസിക്കുന്നവരെയോ? ദൈവം അവനെ സഹായിക്കും തന്നെ വിശ്വസിക്കും. ഫെയ്ത്ത്. എന്ത് ചെയ്യും? അപ്പൊ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ കാര്യമാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ ഈ വീട്ടിലിരിക്കുന്ന ഈ വീട് ഇടിഞ്ഞു പോകില്ല എന്ന വിശ്വാസം ഉള്ളതുകൊണ്ട്. സോ ഫെയ്ത്ത് ഈസ് ദെയർ യൂണിവേഴ്സലി എവരിവെയർ. റിലീജിയൻ, ഇതിനൊന്നും ആത്മാവ് വേണ്ട. എന്നാൽ ആത്മാവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഫെയ്ത്ത് ഉണ്ട്, അത് ആത്മാവിന് മാത്രം കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ഫെയ്ത്ത് ഉണ്ട്. അതാണ് പുതിയ നിയമത്തിലെ രക്ഷാകരമായ ഫെയ്ത്ത്, വിശ്വാസം. ആ വിശ്വാസത്തെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കാനും അത് വളർത്താനും അതിനെ മെച്യൂരിറ്റി എത്തിക്കാനും ആത്മാവില്ലെങ്കിൽ പറ്റത്തില്ല. ഇഫ് യു ഡോണ്ട് ഹാവ് ദ ഹോളി സ്പിരിറ്റ്, യു ആർ നോട്ട് ബോൺ അഗെയിൻ. യു ഡോണ്ട് ഹാവ് ദി സേവിങ് ഫെയ്ത്ത്. രക്ഷാകരമായ വിശ്വാസം നിങ്ങളിൽ ഉണ്ടാക്കാൻ പറ്റില്ല. ഇന്ന് പല പ്രസംഗങ്ങളും ആളുകളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്നത് രക്ഷാകരമായ വിശ്വാസമല്ല, ലോകപരമായ കാഴ്ചയാൽ ലഭിക്കുന്ന കാര്യങ്ങളുടെ വിശ്വാസമാണ്. അപ്പൊ ശരിക്കും രക്ഷാകരമായ വിശ്വാസം ഉണ്ടോ ഇല്ലയോ, നമ്മുടെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ? പ്രത്യാശയുടെ ഉറപ്പ് നമുക്കുണ്ടോ? കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം നമുക്കുണ്ടോ? ഞാനല്ല, ക്രിസ്തു അത്ര ജീവിക്കുന്നത് എന്ന് വിശ്വാസത്താൽ ക്രിസ്തുവിനെ നേടുന്നുണ്ടോ? ആ ഫെയ്ത്ത് എൻ്റെ ഉള്ളിലുണ്ടോ? ഐ ഡൈഡ്, ഇറ്റ്സ് നോ ലോങ്ങർ ഐ ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. ഇറ്റ്സ് ഫെയ്ത്ത്. കാഴ്ചയിൽ നോക്കിയാൽ ഇറ്റ്സ് മീ ഹു ഈസ് ലിവിങ്, ഞാൻ തന്നെ ജീവിക്കുന്നത്. പക്ഷെ വിശ്വാസത്താൽ നോക്കിയാൽ അങ്ങനെ നോക്കണം. ആ ഫെയ്ത്ത്, ഞാൻ മരിച്ചു, ഇനി ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ഫെയ്ത്താണ്. കാഴ്ച അങ്ങനെയല്ല. ഇപ്പൊ കാണാത്ത റിയാലിറ്റി, ഐ ഡൈഡ്. ഇമാജിൻ റിയാലിറ്റി അല്ല, അൺസീൻ റിയാലിറ്റി, കാണാത്ത സത്യം, അല്ലെ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, അൺസീൻ റിയാലിറ്റി. മതം എന്ന് പറയുന്നത് ഇമാജിൻ റിയാലിറ്റിയാണ്, അതായത് സങ്കല്പിച്ചുണ്ടാക്കുന്ന സത്യങ്ങൾ. സത്യം എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല, എ വേൾഡ് ഓഫ് ഇമാജിനേഷൻ. എന്നാൽ ക്രിസ്തു മരിച്ചപ്പോൾ ഞാൻ മരിച്ചു എന്ന് പറയുന്നത് സങ്കല്പിച്ചുണ്ടാക്കുന്നതല്ല എന്ന് അപ്പോസ്തലന്മാർ പറയുന്നത്. അത് അൺസീൻ റിയാലിറ്റി എന്നാണ്, കാണാത്ത സത്യം. കാണാത്തതാണ് സത്യം, നിതാന്തമായത്, ഇറ്റേണൽ.
അപ്പൊ നമ്മൾ അൺസീൻ റിയാലിറ്റിയുടെ ആളുകളാണ്. ദാറ്റ് മീൻസ് വി ഡിഡ്ന്റ് സീ ഇറ്റ്, ബട്ട് വി നോ ഇറ്റ് ബൈ ദ സ്പിരിറ്റ്. ഇറ്റ്സ് നോട്ട് ഇമാജിൻഡ്. അത് പൗലോസ് പ്രത്യേകിച്ച് പറയുന്നുണ്ട്. ഞങ്ങൾ കെട്ടുകഥകൾ, മനുഷ്യനിർമ്മിതമായ കഥകളല്ല. പത്രോസും പറയുന്നുണ്ട്. പത്രോസ് 2 പത്രോസിൽ പറയുന്ന കാര്യങ്ങൾ, മനുഷ്യനിർമ്മിതമായ കഥകൾ വഴിയല്ല ഞങ്ങൾ ഇത് പറഞ്ഞിട്ടുള്ളത്, കാരണം ഇത് ഞങ്ങൾ അനുഭവിച്ചതാണ്. അൺസീൻ റിയാലിറ്റിയാണ്, ഇമാജിൻ റിയാലിറ്റി അല്ല. അത് നമ്മളുടെ ഇങ്ങനെ പറയുമ്പോൾ, ഞാൻ നേരത്തെ നിങ്ങളോടല്ല, ഇതിനു മുമ്പ് നടന്ന മീറ്റിങ്ങിൽ പറഞ്ഞു, ഒരു മനുഷ്യനെ രക്ഷിക്കുന്നത് ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തിയാണ്. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ എത്ര പേരെ കർത്താവിന്റെ മഹത്വത്തെ കണ്ടത് നമ്മൾ അറിയാവുന്നവർ. രോഗസൗഖ്യം, അന്ധകാരത്തിൽ നിന്നുള്ള വിടുതൽ. ഇത് മനുഷ്യന്റെ മാനിപ്പുലേഷനോ സങ്കല്പ കഥകളാലോ നടക്കുന്നതല്ല, ആത്മാവിനെ തന്ന് ദൈവം ഉറപ്പിക്കുന്നതാണ്. അൺസീൻ റിയാലിറ്റി. അവിടെ നമ്മുടെ എഫേർട്ട് എന്ന് പറയുന്ന ഒന്നുമല്ല. വി ഡോണ്ട് ഡു എനിത്തിങ്, സ്റ്റിൽ എവറിത്തിങ് വർക്ക്സ് ഔട്ട്. അന്ത്യകാലത്ത് ദൈവം ചെയ്യുന്ന ഒരു വലിയ അത്ഭുത പ്രവൃത്തിയായിട്ട് ഞാൻ കാണുന്നത്, ഈ മനുഷ്യനെ നോക്കിയിരുന്നിട്ട് കാര്യമില്ലാത്തതുകൊണ്ട് ദൈവം തന്നെ ആളുകളെ വിളിച്ച് ചേർക്കുന്നതായിട്ടൊക്കെയാണ്. ഗോഡ് ഡൂയിങ് ഇറ്റ്. ഇമാജിൻ റിയാലിറ്റി അല്ല, അൺസീൻ റിയാലിറ്റി. വി ആർ പർസ്യൂവിങ് ആൻ അൺസീൻ റിയാലിറ്റി. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ അൺസീൻ. അൺസീൻ കാര്യങ്ങൾ 2 കൊരിന്ത്യൻസ് 4:18 പറയുന്ന, ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നു. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. ഇറ്റേണൽ, അൺസീൻ ഇറ്റേണിറ്റി. ഓക്കെ, അപ്പൊ നമ്മൾ കാഴ്ചയിലല്ല നമ്മൾ ജീവിക്കുന്നത്, ഫെയ്ത്തിലാണ്. ദാറ്റ് ഗിവ്സ് us the true reality which is not limited by our senses. നമ്മുടെ ഇന്ദ്രിയങ്ങളാൽ നിയന്ത്രിതമല്ലാത്ത ആത്മാവിൽ കാണിച്ചു തരുന്ന ആ സത്യം, വാസ്തവം. അവിടെയാണ് പുനരുത്ഥാനമുള്ളത്. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം നമ്മൾ അവിടെയാണ് അനുഭവിക്കുന്നത്. ആത്മാവിന്റെ നടത്തിപ്പ് അവിടെയാണ് അനുഭവിക്കുന്നത്. ദൈവത്തിന്റെ പ്രസൻസ് അവിടെയാണ് അനുഭവിക്കുന്നത്. ഇതെല്ലാം നമുക്ക് റിയാലിറ്റിയാണ്. വി ഓൾ എക്സ്പീരിയൻസ് ഇറ്റ് വൺ വേ ഓർ അതർ. ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ഈസ് യുണീക്ക് ഇൻ പ്രസന്റിങ് ദ അൺസീൻ റിയാലിറ്റി, എറ്റേണിറ്റി, നിത്യത. അവൻ ഒന്ന് പാപത്തെക്കുറിച്ച്. അപ്പൊ പാപം എന്ന് പറയുന്നത് ഇവിടെ എന്താണ് പാപം എന്ന് ഉദ്ദേശിക്കുന്നത്? സ്പീക്കിംഗ് അബൌട്ട് അൺബിലീഫ്, അവിശ്വാസം എന്ന പാപം. പല ആളുകളും വിചാരിക്കുന്ന അവിശ്വാസം എന്ന് പറയുന്ന ഒരു ദൗർബല്യമാണ്. എനിക്ക് അത്രയൊന്നും വിശ്വാസമൊന്നുമില്ല ബ്രദറെ. അവിശ്വാസം ഈസ് നോട്ട് വീക്ക്നെസ്. അവിശ്വാസം ഈസ് സിൻ, പാപം. കർത്താവ് ഏറ്റവും കൂടുതൽ ശിഷ്യന്മാരെ ശാസിക്കുന്നത് അവിശ്വാസം എന്ന പാപം അവരിൽ കണ്ടപ്പോഴാണ്. ദൈവത്തിന് ഏറ്റവും വിഷമം ഉണ്ടാക്കുന്ന പാപമാണ് അവനിൽ അവിശ്വസിക്കുക എന്ന് പറയുന്നത്. The Lord says something and you don't believe it. I tell you something and you don't believe it, I get very upset. ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുമ്പോൾ നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് നല്ല വിഷമം ഉണ്ടാവും. ഉണ്ടാവരുത്, ഉണ്ടാവും. നിങ്ങൾ ഏറ്റവും കൂടുതൽ അടുത്തിരിക്കുന്ന ആൾക്കാര് നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും വിശ്വസിക്കാത്ത അവസ്ഥ ഉണ്ടായാൽ തീർച്ചയായിട്ടും ദാറ്റ്സ് എ പെയിൻ. പക്ഷെ കർത്താവ് ഒരു വാഗ്ദത്തം ചെയ്തിട്ട് നമുക്ക് വിശ്വാസം ഇല്ലെന്ന് പറയുമ്പോൾ ദാറ്റ് ഹർട്ട്സ് അവർ ഫാദർ ഡീപ്ലി. അവന്റെ വാഗ്ദത്തം നമ്മുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുമ്പോൾ ദ ലോർഡ് ഈസ് ഹർട്ട്. അതുകൊണ്ട് ആത്മാവ് എപ്പോഴും നമ്മളെ കാണിച്ചു തരുന്നത്, നമ്മുടെ വിശ്വാസം ഒലഞ്ഞു പോകുമ്പോൾ, പ്രത്യാശ നശിച്ചു പോകുമ്പോൾ, നമ്മൾ ലോകത്തിലേക്ക് സ്ലിപ്പ് ആകുമ്പോൾ, കർത്താവിനെ നോക്കാതെ നമ്മളെ തന്നെ നോക്കുമ്പോൾ, കർത്താവിന്റെ പ്രത്യാശ എന്ന നങ്കൂരം നമ്മളിൽ നിന്ന് പോകുമ്പോൾ, നമ്മളത് വിട്ടുപോകുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും. ഇറ്റ്സ് എ മിനിസ്ട്രി ദാറ്റ് ഹി റിമൈൻഡ്സ് us of our sins continuously. our unchrist likeness, ക്രിസ്തുവിനെ പോലെ അല്ലാത്ത നമ്മുടെ സ്വഭാവങ്ങളെ ആത്മാവ് കാണിച്ചു തരും. ഈ ആത്മാവ് ഉള്ളിലുണ്ടെന്ന് പറയുന്നവരിൽ ആദ്യം സംഭവിക്കേണ്ടത് ഈ ബ്രോക്കൺനെസ് ആണ്. അൺക്രൈസ്റ്റ് ലൈക്നെസ് അവർക്ക് മനസ്സിലാകും. പാപബോധം, ബ്രോക്കൺനെസ്, അതില്ലാത്ത ഒരാൾക്ക് ആത്മാവ് വർക്ക് ചെയ്യുന്നില്ല. ആത്മാവ് എസെൻഷ്യലി ലീഡ്സ് us to a broken state. പാപബോധം. ഓക്കെ, ഇതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട്, ഇതൊരു പ്രസംഗമല്ലല്ലോ, നമ്മൾ എക്സിജറ്റിക്കൽ സ്റ്റഡി ആയതുകൊണ്ട് വി ആർ നോട്ട് ഗോയിങ് ഫോർ എ സെർമൺ. ഓക്കെ, ഇപ്പൊ പാപം എന്ന് പറയുന്ന അവിശ്വാസമാണ് എന്ന് മാത്രം ഓർത്തിരിക്കുക. അടുത്ത വാക്യം, ഞാൻ പിതാവിന്റെ അടുക്കൽ, നീതിയാണ്, ഞാൻ പിതാവിന്റെ അടുക്കൽ പോവുകയും ഇനി നിങ്ങൾ എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ച്. അപ്പൊ നീതി എന്ന് പറയുന്നത് എന്താണ്? പിതാവിന്റെ അടുക്കൽ പോകാതെ കർത്താവ് ഇവിടെ ജീവിക്കുമായിരുന്നെങ്കിൽ അവൻ എങ്ങനെ ജീവിക്കുമായിരുന്നു? വേറൊരു ഭാഷയെ പറഞ്ഞാൽ, ഇപ്പോൾ കർത്താവാണ് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നെങ്കിൽ എന്ത് സംസാരിക്കുമായിരുന്നു?
വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ വസിക്കുന്നിടത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എങ്ങനെ പെരുമാറുമായിരുന്നു? ഇതാണ് നീതി. ആ നീതി ഇനി മനസ്സിലാക്കാൻ പുസ്തകം വായിച്ചാൽ പറ്റില്ല, പ്രസംഗം കേട്ടാൽ പറ്റില്ല, ആത്മാവ് തന്നെ പഠിപ്പിക്കണം. ദൈവത്തിന്റെ നീതി എപ്പോഴും ആത്മാവ് തന്നെ പഠിപ്പിക്കും. ആത്മാവിന് മാത്രമേ ക്രിസ്തു എന്ത് ചെയ്യുമായിരുന്നു എന്ന് വെളിപ്പെടുത്താൻ പറ്റുള്ളൂ. ബാക്കി നീതിയൊക്കെ നമുക്ക് ഈ ബുദ്ധിയിൽ മനസ്സിലാക്കാം. പക്ഷേ വാട്ട് വുഡ് ജീസസ് ഡു? ആ ഒരു നീതിയിലേക്ക് നമ്മളെ എത്തിക്കാൻ ആത്മാവിന് മാത്രമേ കഴിയുള്ളൂ. അപ്പം ഇവിടെ പാപം എന്ന് പറയുമ്പോഴും നമ്മൾ നോർമലി ഉള്ള പാപങ്ങളെ മാത്രം ചിന്തിച്ചാൽ പോരാ, അത് ഇതിന്റെ ഫലം തന്നെയാണ്. നീതി എന്ന് പറയുമ്പോഴും നമ്മൾ ലോകത്തിന്റെ ഒരു നീതി വ്യവസ്ഥയോ അല്ല ആലോചിക്കുന്നത്, വാട്ട് വുഡ് ജീസസ് ഡു എന്നും മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എടുക്കും, ഇത് അപ്ലൈ ചെയ്യൂ, വാട്ട് വുഡ് ജീസസ് ഡു, സോൾവ്. ജീസസ് അവൻ എന്ത് ചെയ്യുമായിരുന്നു, അവൻ എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള ചോദ്യമാണ് ഇവിടുത്തെ റെവലേഷൻ. ആത്മാവ് നമുക്ക് തരുന്ന റെവലേഷൻ. ക്രിസ്തു എങ്ങനെ ആയിരിക്കുമായിരുന്നു? അപ്പം ശരിക്കും ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ നമുക്ക് ലഭിക്കുന്ന റെവലേഷൻ എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ റെവലേഷനാണ്. ക്രൈസ്റ്റ് റിവീൽഡ് ഇൻ അസ് ത്രൂ ദ ഹോളി സ്പിരിറ്റ്. ആത്മാവ് നമുക്ക് നമ്മുടെ കർത്താവിനെ തുടർച്ചയായി കാണിച്ചു തരുന്നു. ഇനി മൂന്നാമത്തേത് ന്യായവിധി. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. ഓക്കെ, പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അപ്പൊ ന്യായവിധി എന്താണ്? നമ്മൾ നാച്ചുറലി ചിന്തിച്ചു നോക്കി, ഒരു മതം എന്താ പഠിപ്പിക്കുന്നത്? മര്യാദയ്ക്ക് ജീവിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോകൂടാ. കേട്ടിട്ടുണ്ടോ ഈ മതം? നമ്മുടെ പിള്ളേർ മിക്കവാറും കേട്ടിട്ടുണ്ടോ? അതെല്ലാ മതങ്ങളിലും ഉണ്ട്. പക്ഷെ ഇതിന് വേറെ പല വേർഷൻസാ ഉള്ളത്. ചെറുപ്പത്തിലേക്ക് ഞാൻ കേട്ടിട്ടുള്ള മര്യാദയ്ക്ക് കരയാതെ അടങ്ങിയതും ഇരുന്നില്ല ഉമ്പാക്കി പിടിച്ചോണ്ട് പോകുന്ന കേട്ടിട്ടുണ്ട്. വേറെ എന്തൊക്കെയോ ഉണ്ടല്ലോ, കോക്കാച്ചിയോ എന്തൊക്കെ, ഇങ്ങനെ പിള്ളേരെ പേടിപ്പിക്കാൻ വേണ്ടി പല സങ്കേതങ്ങൾ. അതായത് വലുതായി കഴിഞ്ഞാൽ പിന്നെ നരകം സ്വർഗമാണ്. ഇതെല്ലാം മനുഷ്യനെ മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള തന്ത്രങ്ങളാണ്. നരകവും സ്വർഗവും ഇല്ലെന്ന് ഞാൻ പറഞ്ഞാവില്ല കേട്ടോ അവസാനം, അത് തീർച്ചയായിട്ടും അവിടെ ഉണ്ട്. പക്ഷേ ഇവിടെയുള്ള ന്യായവിധി എന്ന് പറഞ്ഞാൽ ആ സാധനമല്ല. ഈ നരകത്തെ പേടിച്ച് നമ്മൾ നന്നായിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ, അതൊരു അഡ്ജസ്റ്റ്മെന്റാ. നമ്മൾ നന്നാകുന്ന നരകത്തെ പേടിച്ചിട്ടോ സ്വർഗത്തെ കൊതിച്ചിട്ടോ അല്ല, ക്രിസ്തു നമ്മൾ വസിക്കുന്നതാണ്. അതൊരു തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാണ് എന്റെ വിശദീകരണം എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് വി ആർ അഫ്രൈഡ് ഓഫ് ഹെൽ, ഇറ്റ്സ് ബിക്കോസ് ക്രൈസ്റ്റ് ദ ലോർഡ് ഈസ് ലിവിങ് ഇൻ അസ്. ദാറ്റ്സ് അവർ മോട്ടീവ്. ലവ് ഈസ് അവർ മോട്ടീവ്, നോട്ട് ഫിയർ. നമ്മൾ പേടിച്ച് നന്നാവുന്നവരല്ല, നമ്മൾ സ്നേഹിച്ച് നന്നാവുന്നവരാണ്. ആൻഡ് ലവ് ബ്രിങ്സ് സാങ്ക്ടിഫിക്കേഷൻ ആൻഡ് നോട്ട് ഫിയർ. ഇവിടെ എന്താണ് ഈ ന്യായവിധി? ഈ ന്യായവിധി എന്ന് പറയുന്നത് അടുത്ത വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ച്. അപ്പൊ ദിസ് നോട്ട് സ്പീക്കിംഗ് അബൌട്ട് എ ജഡ്ജ്മെന്റ് ദാറ്റ്സ് ഗോയിങ് ടു കം, വരാനിരിക്കുന്ന ഒരു ന്യായവിധിയെ കുറിച്ചല്ല. ഇത് ഓൾറെഡി നടന്നു കഴിഞ്ഞ ഒരു ന്യായവിധിയെ കുറിച്ചാണ് ഈ വാക്യം പറയുന്നത്. ആ ജഡ്ജ്മെന്റ്, ഇതിനെ ന്യായവിധി എന്നുള്ള വാക്കിനേക്കാളും, അതെ ന്യായവിധിയാണ്, പക്ഷെ ശിക്ഷ, അതിന്റെ തീർപ്പ്, വിധി തീർപ്പ്, ജഡ്ജ്മെന്റ് ആരുടെ മേലെ വന്നത്? ഈ ലോകത്തിന്റെ പ്രഭു, ഈ ലോകത്തിന്റെ ഗ്ലോറി, മഹത്വം, ഈ ലോകം നമുക്ക് തരുന്ന, നമ്മളെ രസിപ്പിക്കുന്ന, എൻജോയ് ചെയ്യിപ്പിക്കുന്ന, നമ്മുടെ ജഡത്തെ എൻഹാൻസ് ചെയ്യുന്ന, ജഡത്തെ ബലപ്പെടുത്തുന്ന, ആളുകളുടെ പുകഴ്ചയാകട്ടെ, പണമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, നിങ്ങളുടെ ഹൃദയത്തിൽ മുമ്പിൽ വരുന്ന എന്താണോ അതെന്തോ ആകട്ടെ, അതെല്ലാം നാശയോഗ്യം എന്ന് മുദ്ര വീണ കാര്യങ്ങളാണ്. ഇറ്റ്സ് ഓൾറെഡി ജഡ്ജ്ഡ് ആൻഡ് വി ഓൾറെഡി നോ ഇറ്റ്സ് എൻഡ്. ഇതിന്റെ അവസാനം എന്താണെന്ന് നമുക്കറിയാം. മഹദിയാം ബാബിലോണിന് എന്ത് സംഭവിക്കും നമുക്കറിയാം. ദാറ്റ് ജഡ്ജ്മെന്റ് ഈസ് ഓൾറെഡി ഗിവൺ. ഇത് നമുക്ക് ബോധം വേണം. ഈ ബോധം ദൈവത്തിന്റെ ആത്മാവാണ് നമുക്ക് തരുന്നത്. ആളുകൾ പുകഴ്ത്തി പറയുമ്പോൾ ഉടനെ ഓർക്കണം, ഓ ഈ പുകഴ്ത്തലിന്റെ മേൽ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്. നമ്മളിത് രസകരമായ ഒരു കാര്യം കാണുമ്പോൾ ഉടനെ മനസ്സിലാകണം, ഇതിന് മേല് ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഞാൻ ഈ അന്വേഷിക്കുന്ന സുഖത്തിന് മേൽ ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്.
ബിക്കോസ് ഇവിടെ ഇത് ഓഫർ ചെയ്യുന്ന എല്ലാത്തിന്മേലും ദൈവത്തിന്റെ ജഡ്ജ്മെന്റ് ഉണ്ട്. ഞാൻ നിങ്ങൾ എത്ര പേര് വായിച്ചിട്ടുണ്ടെന്ന് അറിയില്ല, ക്രിസ്റ്റഫർ മാർലോ എന്ന് പറഞ്ഞ ഒരാള് ഉണ്ടായിരുന്നു പണ്ട്. അദ്ദേഹം എഴുതിയൊരു പുസ്തകമാണ് ഡോക്ടർ ഫോസ്റ്റസ്. ഈ ഡോക്ടർ ഫോസ്റ്റസ് അത് ഷേക്സ്പിയറിന്റെ ഒക്കെ കാലത്തുള്ള ഒരു വളരെ വർഷം 300-400 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു എഴുത്തുകാരനാണ് ഈ ക്രിസ്റ്റഫർ മാർലോ. ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ മേലുള്ള ന്യായവിധി എന്താണെന്ന് ഒരർത്ഥത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പുസ്തകമായിരുന്നത്. ഡ്രാമയാണ്, ക്രിസ്ത്യൻ ബുക്കൊന്നുമല്ല, പക്ഷെ ക്രിസ്ത്യൻ മെസ്സേജാണ്. അന്നത്തെ കാലത്ത് എന്ത് എഴുതിയാലും ഒരു ക്രിസ്ത്യൻ മെസ്സേജ് അതിനകത്ത് ഉണ്ടാവും, കാരണം ആ ഒരു കാലഘട്ടം അങ്ങനെയായിരുന്നു. പക്ഷെ ഷേക്സ്പിയറിന്റെ പുസ്തകം അങ്ങനെയൊന്നും ഇല്ല, എന്നാലും പൊതുവെ അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ ഇതിനകത്ത് ഡോക്ടർ ഫോസ്റ്റസ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഡെവിളുമായിട്ട് ഒരു ഉടമ്പടിയിൽ ഏർപ്പെടുകയാണ്. ഡെവിലിനോട് ഇവൻ പറയുന്നത്, ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല, ഐ റെഡ് ദിസ് ഇൻ 1995, പോസിബിളി 1994 ഓർ 95, അതായത് എങ്ങനെ പോയാലും 25 വർഷം മുമ്പ് വായിച്ച പുസ്തകമാണ്. സോ എൻ്റെ ഓർമ്മയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇദ്ദേഹം ഡെവിളുമായിട്ട് ഒരു അറേഞ്ച്മെന്റിൽ ഏർപ്പെടുകയാണ്. അതായത് ഇദ്ദേഹം ആവശ്യപ്പെടുന്ന, ഈ ലോകത്തിന്റെ പ്രഭു നീ ആയതുകൊണ്ട് എനിക്ക് ഈ ലോകത്ത് സുഖിച്ച് ജീവിക്കാനുള്ളതെല്ലാം ദൈവത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല, അത് നിന്റെ കയ്യിലായിരിക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം നീ എനിക്ക് തരണം. അപ്പൊ ഡെവിൾ അവനോട് പറയാണ്, അതെനിക്ക് വളരെ നിസ്സാരമാണ്, പക്ഷേ നിന്റെ സോള്, പ്രാണൻ ഞാൻ എടുത്തുകൊണ്ട് പോകും. അതിപ്പോ ഒന്നും വേണ്ട, നീ മരിക്കുന്ന സമയത്ത് ഞാനായിരിക്കും നിന്നെ കൊണ്ടുപോകും. അപ്പൊ ഇവൻ പറഞ്ഞു, ഓക്കെ, കുഴപ്പമില്ല, കാരണം മരിക്കുന്നവരെ എൻജോയ് ചെയ്യാമല്ലോ, അത് കഴിഞ്ഞ് പിന്നെ എന്തേലും ആവട്ടെ. അവനിങ്ങനെ ലോകത്തിന്റെ ഓരോരോ എൻജോയ്മെന്റിലൂടെ പോയിക്കൊണ്ടിരിക്കും, ഒന്നിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവസാനം ജീവിതം അവസാനിക്കാറായി, എൻജോയ്മെന്റ്സ് എല്ലാം മടുത്തു കഴിഞ്ഞപ്പോൾ ഇവനൊരാഗ്രഹം, നശിച്ചു പോവുമല്ലോ, പിശാച് വരുമല്ലോ എന്നെ കൊണ്ടുപോകാൻ, ഒന്ന് രക്ഷപ്പെടാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചാൽ രക്ഷപ്പെടും. പക്ഷേ അതവന്റെ വായിന്ന് വരുന്നില്ല. അതാണ് കഥ. അവൻ ആഗ്രഹമുണ്ട്, ലോർഡ് ജീസസ് എന്ന് വിളിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ അതെന്റെ വായിന്ന് വരുന്നില്ല. എന്ത് ചെയ്താ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ലോക്ക്ഡ്. കഥ ഭീകരമാണ്. അവസാനം അവന്റെ പ്രാണന് വേണ്ടി പിടയ്ക്കുന്ന പിടയ്ക്കല്. അവസാനം ഡെവിള് വന്നിട്ട് അവനൊരു കരുണയില്ലാതെ അവനെ പിടിച്ച് നരകത്തോട്ട് കൊണ്ടുപോകുന്നതാണ് കഥ. ശരിക്കും പറഞ്ഞ ഒരു ഭയാനകമായ കഥ. ഞാൻ തിരുമ്പോ നിങ്ങളോട് പറഞ്ഞുകൊണ്ട് പേടിച്ച് വേണ്ട, പക്ഷെ ഇത് വായിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഭയം തോന്നും. ഇത് കാണിക്കുന്നത് ഈ സുഖങ്ങളുടെ മേലുള്ള, ലോകത്തിന്റെ ഗ്ലോറിയുടെ മേലുള്ള ജഡ്ജ്മെന്റ് ആണ്. അതൊരു പക്ഷെ അനുഭവിക്കുന്നില്ലായിരിക്കും. നമ്മളിപ്പോ നോക്കി കഴിയുമ്പോൾ ഇന്നത്തെ ലോകത്ത് ഈ ഗ്ലോറി ദൈവം തന്നെന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ പുകഴ്ത്തിക്കൊണ്ട് നടക്കുന്നത്, അല്ലെ? നിങ്ങൾ ഇന്നത്തെ ഈ പ്രോസ്പെരിറ്റി തിയോളജി ശ്രദ്ധിച്ചെങ്കിൽ അവർ ഈ നശിച്ചു പോകുന്ന ഗ്ലോറി എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം, ഇന്ന് പുല്ല് പോലെ മുളയ്ക്കുകയും നാളെ വാടിപ്പോവുകയും ചെയ്യുന്ന ലോകത്തിന്റെ മഹത്വത്താൽ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലേ സാക്ഷ്യം, അല്ലെ? അങ്ങനെ ഇന്ന് സാക്ഷ്യങ്ങള്, നാളെ തീയിലിട്ട് ചുട്ടുകളയേണ്ട ഈ ഗ്ലോറി എനിക്ക് തന്നതിനായിട്ട് സ്തോത്രം എന്ന് പറയുന്നതിനകത്ത് അർത്ഥം എന്താണ്? അപ്പോ ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ എന്ത് നമ്മുടെ കണ്ണിനെ മോഹിപ്പിച്ചാലും ചിലപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ ദൈവം അനുവദിക്കുന്ന കാര്യമായിരിക്കാം, ആണെങ്കിലും അല്ലെങ്കിലും, ഇതെല്ലാം താൽക്കാലികവും നശിച്ചു പോകുന്നതാണ് എന്നെന്റെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു തന്നുകൊണ്ടിരിക്കും. അതാ ഇവിടെ പറയുന്ന മിനിസ്ട്രി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ന്യായവിധി. അവിടെ എഴുതിയിരിക്കുന്ന 11-ാം വാക്യം, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെ കുറിച്ച്. അപ്പൊ ശരിക്കും ഈ ലോകത്തിന്റെ പ്രഭുവിന്റെ മേലുള്ള ജഡ്ജ്മെന്റ് ആണ് ആത്മാവ് നമ്മളെ കാണിച്ചു തരുന്നത്. നിങ്ങൾ മനുഷ്യരുടെ ഫേവറിന് വേണ്ടി നോക്കുന്നുണ്ടോ? മനുഷ്യർ നിങ്ങളെ പുകഴ്ത്തി പറയാൻ വേണ്ടി നോക്കുന്നുണ്ടോ? ഡെഫിനറ്റ്ലി യു ഷാൽ ബി ഇൻ പെറിൽ, കാരണം യു വിൽ ബി ജഡ്ജ്ഡ്. നിങ്ങൾ തീർച്ചയായിട്ടും ജഡ്ജ് ചെയ്യപ്പെടും. അതിന്റെ കാരണം ഈ ലോകത്തിന്റെ മഹത്വം വിധിക്കപ്പെട്ടതാണ്. എന്താണ് ഈ ലോകത്തിന്റെ മഹത്വം? ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഇങ്ങനെ ചിന്തിക്കാം, ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമുക്ക് നല്ല കാര്യമാണ്. 10ാം ക്ലാസ് പഠിച്ചാൽ ഡിഗ്രി എടുത്തു, അല്ലെങ്കിൽ PhD എടുത്തു, ഗുഡ്. പക്ഷേ അതിന് നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്ലോറി ഉണ്ടല്ലോ, വേറൊരു ആൾക്ക് കൊടുക്കാതെ ഈ വിദ്യാഭ്യാസം ഉണ്ട് എന്നുള്ളതിന്റെ പേരിൽ വേറൊരാൾക്ക് നമ്മൾ ആഡ് ചെയ്യുന്ന ഗ്ലോറി, ആ ഗ്ലോറി ലോകത്തിന്റെയാ. ഓൻ നല്ല വിദ്യാഭ്യാസമുള്ള ആളാ ബ്രദറെ,
എന്ന് പറയുമ്പോൾ യു ആർ ഗിവിംഗ് ദാറ്റ് എഡ്യൂക്കേഷൻ എ ഗ്ലോറി. എഡ്യൂക്കേഷൻ ഈസ് നോട്ട് ബാഡ്, ബട്ട് ഗ്ലോറിയിങ് ഇൻ സംതിങ് ദാറ്റ് വിൽ പെറിഷ്. തലയിൽ ഒരു തേങ്ങ വീണാൽ പോകുന്നുള്ളൂ, എത്ര വലിയ PhD. ഗ്ലോറിയിങ് ഇൻ സംതിങ് ദാറ്റ് ഹാസ് നോ എറ്റേണൽ വാല്യൂ. അല്ലേ? ശരിയല്ലേ? നിങ്ങൾ എത്രയോ വർഷങ്ങളുടെ റിസർച്ച് കോടിക്കണക്കിന് രൂപ കൊടുത്ത് മുടക്കിയെടുത്താലും, എത്ര ഡോക്ടറേറ്റ് കിട്ടിയാലും തലയിൽ ഒരു തേങ്ങ വീണാൽ, ഓർമ്മ പോയാൽ, ഒരു A+B പോലും നമ്മൾ ഓർക്കുകയില്ല. സോ ഫിക്കിൾ. ഓക്കെ, ടെമ്പറൽ തിങ്സ്. അപ്പൊ അതിന് നമ്മൾ ഗ്ലോറി അറ്റാച്ച് ചെയ്യരുത്. യു ക്യാൻ യൂസ് ഇറ്റ്, ബട്ട് ഡോണ്ട് ഗീവ് ഗ്ലോറി ബിഫോർ ദ ലോർഡ്. ദൈവത്തിന് മുമ്പിൽ അതിനൊരു മഹത്വവും ഇല്ല. മാനുഷികമായി യാതൊന്നിനും ഒരു മഹത്വവും ഇല്ല. ഇതെല്ലാം നശിച്ചു പോകുന്നതാണ്, തീയിൽ പോകുന്നതാണ്. ഓക്കെ, ഐ എൻകറേജ് എവ്രി വൺ ടു സ്റ്റഡി ആസ് മച്ച് ആസ് യു ക്യാൻ, ബട്ട് ഡോണ്ട് ഗ്ലോറി. ഗ്ലോറി ഓൺലി ഇൻ ദ ലോർഡ്. കാരണം ഈ ലോകത്തിന്റെ മഹത്വം വയലിലെ പുല്ലുപോലെ വാടിപ്പോകുന്നതാണ്, ലോകത്തിൽ എന്തായാലും. സോ ദ ഹോളി സ്പിരിറ്റ് ഹാസ് ടു കണ്ടിന്യൂസ്ലി റിമൈൻഡ് us ഓഫ് ദ ഫിക്കിൾനെസ് ഓഫ് ദ വേൾഡ് സറൗണ്ടിങ് us. മഹദിയാം ബാബിലോൺ ഒരു ദിവസം പൊടിയിലിരിക്കും, നിലത്തിരിക്കും. അവൾ ലജ്ജയുടെ അടയാളമായിട്ട് മാറും. ലോകം മുഴുവൻ അവളുടെ വീഴ്ചയെ കാണും. ബട്ട് വി ആർ നൗ സറൗണ്ടഡ് ബൈ ദിസ് വേൾഡ് വിത്ത് ഓൾ ഇറ്റ്സ് ടെംപ്റ്റേഷൻസ്. പക്ഷെ നമ്മൾ ആത്മാവിൽ ജീവിക്കുന്നവർ, ആത്മാവിന്റെ ശുശ്രൂഷ അകത്ത് അനുഭവിക്കുന്നവർക്ക് ഈ ഒരു ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം തരും. വി വിൽ ഓവർകം. നമ്മൾ ഇതിൽ വീഴുകയില്ല. കാരണം ദൈവത്തിന്റെ ആത്മാവ് നമ്മെ യേശുക്രിസ്തുവിന്റെ സ്വഭാവം പ്രാപിക്കുന്നതിനായി വേറൊരു തേജസ്സിനാൽ നമ്മളെ മോഹിപ്പിക്കുന്നത് കൊണ്ട്, ദൈവത്തിന്റെ ഒരു തേജസ്സിലേക്ക് നമ്മൾ നോക്കിയിരിക്കുന്നത് കൊണ്ട്, വി വിൽ നോട്ട് ഫോൾ ആസ് എ വിക്ടിം ടു ദ ഗ്ലോറി ദാറ്റ് പെരിഷസ്. നശിച്ചു പോകുന്ന ഈ ലോകത്തിന്റെ ഒരു തേജസ്സിനാൽ നമ്മൾ വഞ്ചിക്കപ്പെടുകയില്ല. കാരണം മനോഹരമായതൊന്ന് ദൈവം നമുക്കായി കരുതിയിരിക്കുന്നുവെന്ന് തേജസ്സിന്റെ പ്രത്യാശ നൽകുന്ന ആത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വാഗ്ദത്തം തന്നിരിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ കരുണാബഹുത്വത്തിനായിട്ട് നന്ദി പറയുന്നു. കർത്താവെ, ഞങ്ങളെ വീണ്ടെടുത്ത അങ്ങയുടെ സ്നേഹത്തിനായിട്ട് നന്ദി പറയുന്നു. ഞങ്ങളെ വേർതിരിച്ച് അങ്ങയുടെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് നശിച്ചു പോകാത്ത ഒരു ലോകത്തിന്റെ അവകാശത്തിലേക്ക് ഞങ്ങളെ ജീവിപ്പിച്ചതിനായിട്ട് സ്തോത്രം. നന്ദിയോടെ ഞങ്ങൾ ഇങ്ങനെ മഹത്വപ്പെടുത്തുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നാളത്തെ ബൈബിൾ സ്റ്റഡി 6:40 ആയിരിക്കും. 6:40, 20 മിനിറ്റ് നേരത്തെ ആയിരിക്കും. ഓക്കെ, നാളെയും ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച വരെ ബൈബിൾ സ്റ്റഡി തുടരുന്നതായിരിക്കും. God bless you all. See you tomorrow 6:40. God bless you.